പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവ സാക്ഷ്യങ്ങളുമായി ഈ ദിവസങ്ങളിലായിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നും നിങ്ങളോടൊപ്പം വ്യത്യസ്തമായ നിലയിൽ കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൂടെയും കോമ്പസ് മിനിസ്ട്രി എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെയും ഒക്കെ കർത്താവിന് വേണ്ടി വളരെ ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിബിൻ മാത്യു അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം തന്റെ ജീവിതാനുഭവം സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആകെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ സാക്ഷ്യം കേൾക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം, ഒരു വാക്കായിരിക്കാം ഒരു പക്ഷെങ്കിൽ നിങ്ങളെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, കേൾക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആകിയാൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ സിബിൻ മാത്യുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ദൈവാസനെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സന്തോഷമായിരിക്കുന്നു, ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ, അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ പേര് പാസ്റ്റർ സിബിൻ മാത്യു എന്നാണ്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിനടുത്ത് പുത്തൻവേലിക്കര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഇവിടെ ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ കുടുംബം, എൻ്റെ വൈഫ് പ്രിൻസി സിബിൻ, 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് തന്നിട്ടുണ്ട്. മൂത്തയാൾ ജെറമ്യ, ഇളയാൾ ജോഷുവ. ഞങ്ങൾ കുടുംബമായിട്ട് സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ വേലയുമായിട്ട് മുൻപോട്ട് പോകുന്നു. സ്തോത്രം. കർത്താവിന്റെ ദാസനെ പരിചയപ്പെട്ടതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആകട്ടെ, മുന്നോട്ട് പോകുന്നതിന് മുൻപ് ദൈവദാസന്റെ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാല സ്മരണകളും ഒക്കെ ചില നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് എറണാകുളം ജില്ലയിൽ തന്നെ മൂവാറ്റുപുഴ എന്ന സ്ഥലത്തിനടുത്ത് വാഴക്കുളം എന്ന പൈനാപ്പിൾ സിറ്റി എന്നാണ് അറിയപ്പെടുന്ന വാഴക്കുളം, അതിൻ്റെ ഒരു ഭാഗമാണ് കാവന എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. 1987 എനിക്ക് ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കുവാൻ അവസരം തന്നു. എൻ്റെ പിതാവ് TD മത്തായി, മാതാവ് ലില്ലി മാത്യു. എനിക്ക് ഒരു സഹോദരനാണുള്ളത്, ജോയൽ മാത്യു. ഞങ്ങൾ വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ച് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് അവിടെ ആയിരുന്ന സമയങ്ങൾ, ആ സമയത്താണ് കർത്താവിനെ അറിയുവാനൊക്കെ ആയിട്ട് ഇടയായി തീർന്നത്. എൻ്റെ കുടുംബത്തിൽ വിശ്വാസത്തിലേക്ക് ആദ്യം വരുന്നത് പപ്പയുടെ സഹോദരനാണ്. ആ സഹോദരനിൽ കൂടെയാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം വചനം കേൾക്കുകയും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനൊക്കെ ഇടയായിത്തീരും. എൻ്റെ ചെറിയ പ്രായത്തിലാണ്, അന്ന് എനിക്ക് ഏകദേശം 1-1.5 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് എൻ്റെ മാതാപിതാക്കന്മാർ യേശുവിനെ അറിയുവാനിടയായി തീർന്നത്, അത് പിന്നത്തേതിൽ എനിക്കും അത് വലിയ അനുഗ്രഹമായിട്ട് മാറി. ഞാൻ പറഞ്ഞല്ലോ, വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലം, അതുപോലെ കൂത്താട്ടുകുളം എന്ന് പറയുന്ന 2 സ്ഥലം. ഈ 2 സ്ഥലത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. 2 സ്ഥലത്തും നല്ല രീതിയിൽ എനിക്ക് നല്ല സ്നേഹിതന്മാരെയൊക്കെ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഈ ബാല്യകാലം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4-5 സ്കൂളുകളിൽ ഞാൻ വിദ്യാഭ്യാസം ചെയ്യുവാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. 1-ാം ക്ലാസ് ഒരു സ്കൂളിൽ പഠിച്ചു. ശേഷമാണ് ഞങ്ങൾ കൂത്താട്ടുകുളത്തേക്ക് മാറിയത്. 2 മുതൽ 4 വരെയുള്ള സമയത്ത് വടകര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. അതിനുശേഷമായിട്ട് എൻ്റെ 5-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ മറ്റൊരു സ്കൂളിൽ, വടകര തന്നെയുള്ള മറ്റൊരു കോൺവെൻറ്റ് സ്കൂളിലേക്ക് ഞാൻ പഠനത്തിനായിട്ട് കടന്നുപോയി. ശേഷം 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ സാറൊക്കെ പഠിച്ച ഒരു സ്ഥാപനത്തിൽ, സെൻറ്റ് ജോൺ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെയാണ് ഞാനും പഠിച്ചത്. അതിനുശേഷമായിട്ട് +1 +2 കാലയളവ് പാമ്പാക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് പഠിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അതിനുശേഷമായിട്ട് ഡിഗ്രി BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞാൻ പഠിച്ചത്. അത് ഉഴവൂരിലുള്ള സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ച് ഞാൻ അവിടെ ഡിഗ്രി പഠനം പൂർത്തീകരിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അതിനുശേഷമാണ് ഞാൻ തിയോളജിക്കൽ പഠനത്തിനായിട്ട്
അടൂര് മണക്കാലയിലുള്ള ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ 2010 മുതൽ 15 വരെയുള്ള കാലഘട്ടങ്ങളിൽ ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി BD എന്ന് പറയുന്ന ആ കോഴ്സ് പഠിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒരു പുരാതന കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. വളരെ ഭക്തിയോടെ ജീവിച്ച കുടുംബം. ആ സമയത്ത് എൻ്റെ പപ്പയുടെ സഹോദരനാണ്, താനൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അദ്ദേഹം വാഹനമായിട്ട് കടന്നു പോകുമ്പോൾ കണ്ട ഒരു വ്യക്തിയിൽ നിന്ന് യേശുവിനെക്കുറിച്ച് അറിയാനിടയായി. താൻ അറിയുന്ന സത്യങ്ങൾ ഭവനത്തിൽ വന്നത് ചർച്ച ചെയ്യും. അങ്ങനെ ഈ വചനത്തോടുള്ള താല്പര്യം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് അധികമായിട്ടുണ്ടാകാൻ ഇടയായി തീർന്നു. അവർ ഈ വചനങ്ങളൊക്കെ ആർത്തിയോടെ കേൾക്കുകയും അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനൊക്കെ തുടങ്ങി. അത് നിമിത്തമായിട്ട് വചനം അവരെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. അവർ വചനത്തെ ഏറ്റെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദൈവദാസൻ, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ VJ തോമസ് ഊട്ടി, പ്രിയ ഏലമ്മ ആൻറ്റി, അവരിന്ന് ഭൂമിയിലില്ല. അവർ വാഴക്കുളം എന്ന് പറയുന്ന ആ സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലുള്ള ബന്ധത്തിൽ കടന്നു വന്നു. വാഴപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് അവർ വാഴക്കുളം എന്ന പട്ടണത്തെ കേന്ദ്രമാക്കി പ്രവർത്തിച്ച് വരവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരികയും ഈ സുവിശേഷത്തെ ഞങ്ങൾക്ക് കൈമാറുകയും ചെയ്തു. ആദ്യമൊക്കെ ഞങ്ങളുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അവരൊക്കെ എതിർത്തെങ്കിലും ഈ സുവിശേഷത്തിൻ്റെ മാറ്റങ്ങൾ ഞങ്ങളിൽ കാണാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഞങ്ങളത് ഏറ്റെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സുവിശേഷത്തെ സ്വീകരിക്കാൻ തുടങ്ങി. പ്രിയ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഭവനത്തിൽ ചില ദിവസങ്ങൾ ഒരു പ്രാർത്ഥന ക്രമീകരിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭവനം ആ ദേശത്ത് ആദ്യമായിട്ട് തുറന്നു. അപ്പോൾ ഒരു സംശയം ഉദിച്ചു. കത്തോലിക്ക വിശ്വാസം എന്ന നിലയിൽ ഒത്തിരി രൂപങ്ങളും ഫോട്ടോകളും ഒക്കെ ഞങ്ങളുടെ ഭവനത്തിലുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയും രൂപങ്ങളും ഒന്നും ഉപയോഗിക്കാത്തവരാണ് ഇവർ. അപ്പോൾ എന്ത് ചെയ്യണ്ടേ എന്നൊരു ആശയക്കുഴപ്പം വന്നു. അപ്പം ഞങ്ങളെ കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു, ഇവരതൊന്നും ഉപയോഗിക്കാത്തതാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, പ്രാർത്ഥനയുടെ സമയത്ത് നമുക്കിതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് അവർ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്കത് വീണ്ടും അത് എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞു. ഏതായാലും 3 ദിവസത്തെ പ്രാർത്ഥന നടന്നു. ആ പ്രാർത്ഥനയിൽ വലിയ ദൈവപ്രവൃത്തി കാണുവാനിടയായി. അന്ന് താഴെ ഇറക്കിയ രൂപങ്ങളും ഫോട്ടോകളും ഒന്നും പിന്നെ മുകളിലേക്ക് വെക്കേണ്ടി വന്നില്ല. അതെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ആ പ്രാർത്ഥനയുടെ 3 ദിവസത്തെ പ്രാർത്ഥനയുടെ അവസാന ദിവസത്തിൽ സ്നാനത്തിന് വേണ്ടി സമർപ്പിക്കാനിടയായി. അങ്ങനെ 1988 നവംബർ മാസത്തിൽ 15 പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ പപ്പയുടെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും 15 പ്രിയപ്പെട്ടവർ സ്നാനപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങളുടെ കുടുംബ അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വല്യപ്പച്ചനുണ്ടായിരുന്നു, വല്യമ്മച്ചി ഉണ്ടായിരുന്നു. അവർ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. പിതാവിൻ്റെ സഹോദരനുണ്ട്, അദ്ദേഹം ഇന്ന് പാസ്റ്ററാണ്, അസംബ്ലീസ് ഓഫ് ഗോഡിൽ താൻ ശുശ്രൂഷിക്കുന്നു. അതുപോലെ എൻ്റെ പിതാവിൻ്റെ സഹോദരിമാർ, ഒരാൾ നിത്യതയിൽ ചേർക്കപ്പെട്ടു, മറ്റ് 2 പേരും കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്നവരാണ്. ഒരു മിഷണറി കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. അതുപോലെ എൻ്റെ പിതാവ്, മാതാവ്, സഹോദരൻ, അതുപോലെ എൻ്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞു, 2 കുഞ്ഞുങ്ങൾ. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് വീണ്ടും ഞാൻ അധികമായിട്ട് ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഓൾറെഡി അത് പറഞ്ഞ് കഴിഞ്ഞല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ മാതാവ് എനിക്ക് ഒത്തിരി ഈ സുവിശേഷത്തിലേക്ക് വന്ന ആ സമയത്തൊക്കെ നല്ല ഒരു തീവ്രമായ വിശ്വാസമുണ്ട്. അങ്ങനെ ഈ വിശ്വാസത്തിൻ്റെ നല്ല കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് എൻ്റെ ഉള്ളിലേക്ക് അത് നിക്ഷേപിക്കാനിടയായിത്തീർന്നു. അപ്പോൾ എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് ഒത്തിരി അപകടങ്ങൾ നിറഞ്ഞ സമയങ്ങളായിരുന്നു. അത് പറയാനായിട്ട് ഞാൻ ചില മിനിറ്റുകൾ എടുക്കുകയാണ്. ഏകദേശം എനിക്ക് 1.5 വയസ്സുള്ള സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യത്തെ ഒരു അപകടം നടക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എൻ്റെ പിതാവ് ഒരു ഡ്രൈവറായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിതാവ് ജോലിക്ക് വേണ്ടിയിട്ട് രാവിലെ പോകാൻ വേണ്ടി എഴുന്നേറ്റ്, അന്ന് കറണ്ട് ഇല്ലാത്തൊരു സമയമാണ്. ആ സമയത്ത് ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാതാവ് രാവിലെ ഉണർന്നു. അന്ന് വിളക്ക്, മണ്ണെണ്ണ വിളക്ക് ആണ് ഉപയോഗിച്ചിരുന്നത്. അത് ഇങ്ങനെ തീപ്പെട്ടി കൊണ്ട് അത് കത്തിച്ചിട്ട് ഇങ്ങനെ വിളക്കിൽ തീ കൊളുത്തി ആ തീപ്പെട്ടി കൊമ്പ് താഴേക്ക് എറിഞ്ഞതാണ്. അവിടെ കിടന്നൊരു പേപ്പർ കഷ്ണത്തിലോ ബെഡ്ഷീറ്റിലോ തീ പിടിച്ചിട്ട് അന്ന് 1.5 വയസ്സ് മാത്രമുള്ള ഞാൻ ബെഡിൽ കിടത്തിയിട്ടാണ് മാതാവ് പോയത്. പെട്ടെന്ന് ഈ തീ ബെഡിലേക്ക് കയറി പിടിച്ച് ആ ബെഡ് മുഴുവനും ഇങ്ങനെ കത്തി കത്തി ഇങ്ങനെ വരിക, മുറിക്കുള്ളിൽ വലിയ പ്രകാശം ഇങ്ങനെ കാണുവാനിടയായി. പെട്ടെന്ന് ഈ വെളിച്ചം ഇങ്ങനെ വരുന്ന കണ്ടിട്ട് എൻ്റെ മാതാവ് പെട്ടെന്ന് ഓടി വന്ന് നോക്കുമ്പോൾ തീക്കകത്ത് ഞാനിങ്ങനെ കിടക്കുക. 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പെട്ടെന്ന് വലിയ നിലവിളി ഉയർന്നു. വേഗം ചെന്ന് എന്നെ എടുക്കുവാനിടയായി തീർന്നു. പെട്ടെന്ന് മറ്റുള്ളവരും ഓടി വന്നു തീ അണയ്ക്കുവാൻ വേണ്ടിയിട്ട്. അവരെല്ലാം വലിയ പാടുപെട്ടു.
അങ്ങനെ എന്നാൽ എൻ്റെ ശരീരത്തിനൊരു പോറൽ പോലും ഏൽക്കാതെ ദൈവം എന്നെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ ഇത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കാൻ പിശാചിന് പദ്ധതി ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, മോശയുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു കൂട്ടം ജനത്തെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു മോശയുടെ പദ്ധതി. പക്ഷേ ഏത് ഉദ്ദേശത്തിന് വേണ്ടി അവനെ തിരഞ്ഞെടുത്തോ? ഞാനിങ്ങനെ പറയാറുണ്ട്, നൈൽ നദിയിൽ അവനെ മുക്കിക്കൊല്ലാനാണ് പിശാചി പദ്ധതിയിട്ടത്, ഇല്ലേ? അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെള്ളത്തിൽ കൂടെ ഒരു കൂട്ടം ജനത്തെ രക്ഷിച്ചെടുക്കണമെന്നുള്ളത്. അപ്പം ഏത് മേഖലയിലാണോ പ്രയോജനപ്പെടേണ്ടത് ആ മേഖലയിൽ തന്നെ അവനെ തകർത്ത് കളയാൻ തക്കവണ്ണം ദൈവം പദ്ധതി ഒരുക്കി. എന്നതുപോലെ ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവികമായ ഉദ്ദേശത്തിലേക്ക് അവനെ എത്തിക്കാതെ വണ്ണം മാറ്റിക്കളയുവാൻ തക്കവണ്ണം പിശാച് പദ്ധതിയിടുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. ദൈവം ഈ മേഖലകളിലെല്ലാം നമ്മെ പരിപാലിപ്പാൻ ശക്തനാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ 1.5 വയസ്സുള്ളപ്പോൾ നടന്ന ഈ ഈ അനർത്ഥം, അത് ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. അതിനുശേഷം എനിക്കൊരു 5 വയസ്സ് പ്രായമുള്ളപ്പോൾ അല്പം തിരിച്ചറിവൊക്കെ ആയി. ഞാനിങ്ങനെ ഭവനത്തിൽ ഓടിക്കളിച്ചൊക്കെ നടക്കുന്ന സമയമാണ്. അന്ന് കറണ്ട് ലഭിച്ചു. എൻ്റെ ഏതോ ഒരു ബുദ്ധിയിൽ ഞാനൊരു ഈർക്കിളി കമ്പ് എടുത്തിട്ട് ഈ കറണ്ടിൻ്റെ സ്വിച്ച് ബോർഡിനകത്ത് ഞാൻ കുത്തി ഇങ്ങനെ അതിനകത്തേക്ക് ആ ഈർക്കിൾ ആഴ്ത്തി ഇറക്കാനിടയായി. പെട്ടെന്ന് പച്ചീർക്കിളായതുകൊണ്ട് കറണ്ട് അടിച്ച് ഞാൻ എന്ത് ചെയ്തു, തറയിലേക്ക് തെറിച്ച് വീണു. എൻ്റെ ബോധമെല്ലാം നഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ മാതാവ് പറഞ്ഞു. മാതാവ് ഓടി വന്നു. മാതാവ് ഇത് കണ്ടു. എൻ്റെ കണ്ണുകളെല്ലാം മറഞ്ഞുപോയി. ജീവൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. ആ സമയം വിശ്വാസത്തിലേക്ക് വന്നിട്ട് അധിക വർഷങ്ങളായിട്ടില്ല. വളരെ നിന്ദയും അപമാനങ്ങളും ഒക്കെ സഹിച്ചാണ് നിൽക്കുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും ഈ വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ ഒത്തിരി നിന്ദകളും അപമാനങ്ങളും ഒക്കെ സഹിച്ച് നിൽക്കുന്ന സമയമാണ്. ഇങ്ങനെ ഒരു വിഷയം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായാൽ ഇത് വളരെ നിന്ന വിഷയമായിട്ട് മാറുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മാതാവ് ആ സമയത്ത് വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ഞാൻ കട്ടിലിൽ നിന്ന് ഷോക്കേറ്റ് തറയിലേക്ക് തെറിച്ചു വീണു. എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. പക്ഷെ എൻ്റെ കണ്ണെല്ലാം ഇങ്ങനെ മറിഞ്ഞ് ഞാനൊരു ജീവനില്ലാത്തതുപോലെ കിടക്കുക. ആ സമയത്ത് മാതാവ് കരങ്ങളിലെടുത്തിട്ട് വളരെ നിലവിളിയോടുകൂടെ പ്രാർത്ഥിച്ചു. ഞാൻ ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നി. കാരണം അധികം വചന പരിജ്ഞാനമോ മറ്റ് ആത്മീക സത്യങ്ങളോ ഒന്നും അറിയാൻ പ്രായമായിട്ടില്ല. വിശ്വാസത്തിലേക്ക് വന്നിട്ട് ചില വർഷങ്ങളെ ആയുള്ളൂ. എന്നാലും മാതാവ് ആദ്യം ചെയ്തത് എന്നെ കരങ്ങളിലെടുത്തിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചതാണ് പറഞ്ഞത്: ദൈവമേ, ഈ കുഞ്ഞിനെ ജീവൻ നഷ്ടമായി ഞങ്ങൾ ദേശത്ത് പരസ്യകോലമായി തീരാൻ അനുവദിക്കരുത്. ഈ കുഞ്ഞിൻ്റെ ജീവൻ തിരികെ നൽകുവാൻ ദൈവമേ അങ്ങ് പ്രസാദിക്കണം. തിരികെ നൽകുന്നുവെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇവനെ സമർപ്പിച്ചോളാമെന്ന് എൻ്റെ മാതാവ് പറയാനിടയായി തീർന്നു. പെട്ടെന്ന് അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ കണ്ണുകളെല്ലാം തിരിച്ചു വന്നു. എല്ലാം പൂർവ്വസ്ഥിതിയിലായി. ഞാൻ സംസാരിക്കാൻ തുടങ്ങി. കണ്ണു തുറന്നു. എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാതെ വണ്ണം എല്ലാം നോർമലായിട്ട് തീർന്നതാണ് പറയാൻ കഴിയും. അങ്ങനെ ഒരു അത്ഭുതം ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവിടം കൊണ്ട് തീർന്നില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും കൂടെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും ദുരന്തങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഓരോന്നായിട്ട് അല്പമായിട്ട് പറയാം. അങ്ങനെ 1-ാം ക്ലാസ്സിൽ, എനിക്ക് 6 വയസ്സുള്ളപ്പോൾ 1-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആക്സിഡൻറ്റ് നടക്കാനിടയായത്. വലിയ ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ ആ പ്രായത്തിൽ അത് വലുതാണ്. ഞാൻ 1-ാം ക്ലാസ്സിൽ എൻ്റെ പ്രധാന അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് അദ്ദേഹം ഞങ്ങളെയൊക്കെ കളിപ്പിക്കുന്ന സമയം, ഞങ്ങളെ പല ഗെയിംസുകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയം. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ണിങ്ങനെ മൂടിക്കെട്ടാം, എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരെ പോയി തൊടണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അവസരം വന്നു. എൻ്റെ കണ്ണിങ്ങനെ ഒരു തുണി കൊണ്ട് മൂടിക്കെട്ടി. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ തൊടുന്ന ഒരു ഗെയിമാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാഗിൻ്റെ വള്ളിയിൽ തട്ടിയിട്ട് ഞാൻ കാല് വഴുതി വീഴാനിടയായി. അങ്ങനെ ഞാൻ വീഴ്ചയിൽ അന്നൊക്കെ സ്കൂളിൽ ബെഞ്ചുകൾ നല്ല വരിപ്പ് ഒക്കെയുള്ള ബെഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ തെറിച്ച് വീണിട്ട് എൻ്റെ കണ്ണ് ചെന്നിട്ട് ആ ബെഞ്ചിൻ്റെ വരിപ്പിലിടിച്ചു. എൻ്റെ കണ്ണിനും പുരുകത്തിനും ഇടയിൽ വലിയ മുറിവ് ഉണ്ടാകാനിടയായിത്തീർന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഈ കണ്ണിൻ്റെ മുകളിൽ 3 സ്റ്റിച്ചുകൾ. അത് കണ്ണിൽ അത് കുത്തി കണ്ണ് കലങ്ങി പോകുമായിരുന്നു.
പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് എൻ്റെ കണ്ണിനെ പരിപാലിക്കാനായിട്ടിടയായി തീർന്നു. ഇപ്പോഴും ആ 3 സ്റ്റിച്ചിൻ്റെ മാർക്ക്, പാടുകൾ അവിടെയുണ്ട്. അങ്ങനെ ആ മുറിവുകൾ ഉണങ്ങി യാതൊരു കേടും വരാതെ, കാഴ്ചശക്തിക്കൊന്നും യാതൊരു പ്രയാസവും വരാതെ ദൈവം എന്നെ സൂക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെയാണ് ആ വയസ്സിൽ തന്നെയാണ് മറ്റൊരു ആ, അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തം നടക്കാനിടയായത്. ഒരുപക്ഷെ നമ്മളിൽ പലർക്കെങ്കിലും അത് അറിയുവാൻ സാധിക്കുമായിരിക്കും. 1993 വാഴക്കുളം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയോടുള്ള ബന്ധത്തിൽ നടന്ന ഒരു ബോംബ് ബ്ലാസ്റ്റ്. എന്ന് പറഞ്ഞാൽ 87-ല് ഞങ്ങൾ 88-ല് ഞാൻ പറഞ്ഞല്ലോ, ശക്തമായ ഉണർവ് കേരളക്കരയിലുണ്ടായി. വാഴക്കുളം എന്ന് പറയുന്ന പട്ടണത്തിലും ശക്തമായ ഉണർവുണ്ടായി. സഭ വളരാൻ തുടങ്ങി. 150-ലധികം ആളുകൾ സഭയുടെ ഭാഗമായിട്ട് മാറി. ആ സമയത്ത് പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദൈവദാസനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സമയത്ത് ഈ സഭയിൽ നിന്നും പിന്മാറിപ്പോയ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞൊരു ആശയമാണ്, പൈശാചികമായ പ്രേരണയാൽ അദ്ദേഹത്തിൽ വന്ന ഒരു ചിന്തയാണ്, ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന് കുപ്രസിദ്ധനാകണമെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉളവാകാനിടയായി. അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഡിസംബർ മാസം 31 വാച്ച് നൈറ്റ് പ്രെയർ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തു. അദ്ദേഹം ചെയ്തത് എന്തെന്നറിയാമോ? അദ്ദേഹം 2 ബോംബ് ഉണ്ടാക്കി. ഒന്ന് തൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു, ഒന്ന് തൻ്റെ കയ്യിൽ പിടിച്ചു. മറ്റ് കാര്യങ്ങൾ കൂടെ അദ്ദേഹം ക്രമീകരിച്ചത് ഇരുവായ്ത്തിലുള്ള വാള്, അതുപോലെ മദ്യക്കുപ്പികൾ, ഇതെല്ലാമായിട്ട് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന കെട്ടിടം 2 നില കെട്ടിടമാണ്. ആ സമയത്ത് ദൈവം ആലയവും പാഴ്സനേജും ഒക്കെ ഞങ്ങൾക്ക് തന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ആരാധനകളും പ്രാർത്ഥനകളും കൂടിവരവുകളൊക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഡിസംബർ മാസം 31 അദ്ദേഹം ഈ ആലയത്തിൻ്റെ ബാക്ക് സൈഡിൽ വന്നിരുന്നു. എന്നാൽ രാത്രി 12 മണിയോട് അടുത്താണല്ലോ നമ്മൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്ന പ്രത്യേക പ്രാർത്ഥന നടക്കവേ അദ്ദേഹം ഈ സ്റ്റെയർ കേസ് കയറി വന്നിട്ട് ഈ കയ്യിലുണ്ടായിരുന്ന ബോംബ് ആലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ സമയത്ത് ഇത് പൊട്ടുകയുണ്ടായി. പൊട്ടി അതിനകത്തുള്ളതായ ആണികളും മറ്റും എല്ലാം ചിതറി. ആലയത്തിൻ്റെ ഗ്ലാസ്സുകളെല്ലാം പൊട്ടിച്ചിതറി. ആളുകൾക്കെല്ലാം പരിഭ്രാന്തരായി. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ആളുകൾ ആകെപ്പാടെ ഞെട്ടലോടെ എന്താ നിലവിളിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചതെന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല. പലരും ബോധരഹിതരായിട്ട് വീണു. സഹോദരന്മാരൊക്കെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ താഴെ നിന്നൊരു നിലവിളി കേൾക്കാം. താൻ രക്തത്തിൽ കുളിച്ച് താഴെ കിടക്കുക. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോംബ് താൻ ആലയത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ ഡോറിൻ്റെ മുകളിൽ കൊണ്ട് അത് പൊട്ടി അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് തന്നെ അത് വീഴുവാനിടയായിത്തീർന്നു. തൻ്റെ ശരീരം മുഴുവൻ ആണികളാൽ തറയ്ക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാൽപാദം മറ്റ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വീഴാനിടയായി. താൻ നിലവിളിക്കുന്ന നിലവിളി കേട്ടുകൊണ്ട് സഹോദരന്മാർ ഓടിച്ചെന്നപ്പോൾ തൻ്റെ ശരീരത്തിലും മറ്റൊരു ബോംബ് കാണാനിടയായി. പെട്ടെന്ന് പോലീസ് അധികാരികളൊക്കെ വന്നു. ആ ബോംബ് അഴിച്ച് അത് നിർവീര്യമാക്കി അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ അടുത്ത സമയത്താണ് അദ്ദേഹം ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നത്. പിന്നീട് നോക്കുമ്പോൾ ആലയത്തിൻ്റെ പുറകുവശത്ത് ഇരുവായ്ത്തിലുള്ള വാള് ലഭിച്ചു, അതുപോലെ മദ്യക്കുപ്പികൾ ലഭിച്ചു, ഒരു എഴുത്തും ലഭിച്ചു. ഈ സഭയിലുള്ള എല്ലാ ആളുകളെയും കൊന്ന്, എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന് ഒരു കുപ്രസിദ്ധി നേടണമെന്ന് ഒരു ചിന്ത, അങ്ങനെ ഒരു ശക്തിയുടെ പേരും അദ്ദേഹം എഴുതിയിരുന്നു. അങ്ങനെ ഒരു പൈശാചിക പ്രേരണയാലാണ് അദ്ദേഹം ഈ കാര്യം ചെയ്യുവാൻ. ഞാനിത് പറഞ്ഞതിൻ്റെ താല്പര്യം, ആ സമയത്ത് 6 വയസ്സുള്ളപ്പോൾ ഈ അദ്ദേഹം ബോംബ് എറിഞ്ഞ ആ ഡോറിൻ്റെ അടുത്താണ് ഞാൻ, ബാല്യപ്രായമായതുകൊണ്ട് എൻ്റെ മാതാവ് അവിടെ ഒരു ഷീറ്റ് വിരിച്ച് 2-3 കുഞ്ഞുങ്ങളുമുണ്ട് എന്നോട് ചേർന്ന് ഞങ്ങൾ പുറകിൽ ഉറങ്ങിക്കിടക്കുമായിരുന്നു. എന്നാൽ ആ ബോംബ് വീണത് ഞങ്ങളുടെ തൊട്ട് അടുത്താണ്. ആ സമയത്ത് ഞാൻ കിടന്നിരുന്ന ഷീറ്റിൽ നിറച്ച് മുള്ളാണികൾ തറയ്ക്കപ്പെട്ടു. എന്നാൽ ഒരാണി പോലും എൻ്റെ ദേഹത്ത് കയറാതെ ദൈവം അതിശയകരമായിട്ട് എന്നെ പരിപാലിക്കാനിടയായി തീർന്നു. അതുപോലെ ബാല്യപ്രായത്ത് പിന്നെ ഇതുകൊണ്ടും തീർന്നില്ല. പിന്നീടും അനർത്ഥങ്ങൾ ഇങ്ങനെ തുടരാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, കൂത്താട്ടോളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ സ്ഥലം മാറി. അവിടെ വന്ന് ഒരു രാത്രിയിൽ ഞാനിങ്ങനെ എന്തോ തിടുക്കത്തിൽ ഓടിയതാണ്. ഈ ഡോറിൻ്റെ പടിയിൽ തട്ടി ഞാൻ വീണ്ടും വീഴുവാനിടയായി തീർന്നു. എൻ്റെ വലത്തെ പുരികത്തും അവിടെ 9 സ്റ്റിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ ഈ കണ്ണ് തകർന്നു പോകേണ്ടതാണ്. ആ കണ്ണിനും പുരികത്തിനും ഇടയിൽ വലിയ മുറിവ് ഉണ്ടാകുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, എൻ്റെ 2 കണ്ണുകളും നഷ്ടപ്പെട്ട് പോകേണ്ട സ്ഥാനത്ത് ദൈവം എന്നെ വിടുവിക്കാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ ഒരു പ്രഭാതത്തിൽ ഞാൻ പേരയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയതാണ്. തലേ രാത്രിയിൽ എൻ്റെ പിതാവ് അതിൻ്റെ കമ്പുകളെല്ലാം വെട്ടി നിർത്തിയിരുന്നു. പക്ഷേങ്കിൽ ഞാനതൊന്നും നോക്കിയില്ല. ഞാൻ കയറി മഞ്ഞ് വീണ് കിടന്നുകൊണ്ട് എനിക്ക് അതിൻ്റെ പിടുത്തം കിട്ടിയില്ല. ഞാൻ നേരെ താഴേക്ക് ഇറങ്ങി വന്നു. എൻ്റെ കൺട്രോൾ പോയി. ഞാൻ ആ പേരയിൽ എൻ്റെ കാൽ
കുത്തിത്തുളച്ച് എൻ്റെ തുടയിൽ കുത്തിത്തുറച്ച് ഞാൻ തലകീഴായിട്ട് ഇങ്ങനെ കിടക്കാനിടയായി. മാതാവ് വന്ന് എന്നെ ഇങ്ങനെ വലിച്ച് ഊരിയെടുത്തു. അങ്ങനെ കാലിലും 6 സ്റ്റിച്ചുകൾ. എൻ്റെ തലയൊന്ന് പുറകിലടിച്ച് ഞാൻ മരണപ്പെട്ടു പോകേണ്ടതാണ്. നേരെ എൻ്റെ ഒരു വലിയ തുള എൻ്റെ തുടയിൽ, ആ കമ്പ് വലിയ വണ്ണമുള്ള കമ്പാണ്, തുളഞ്ഞു കയറി ഞാനിങ്ങനെ തൂങ്ങിക്കിടക്കാനിടയായി. അങ്ങനെ ഒരു വലിയ അപകടത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിക്കാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ മറ്റൊരു അവസരത്തിൽ ഞാൻ എൻ്റെ സമീപ ഭവനത്തിലെ ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, അവരൊന്നും സ്ഥലത്തില്ല. അപ്പോൾ അവരുടെ കോഴികളെ ഇടുന്നൊരു കൂടുണ്ട്, അതൊന്ന് ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ കളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഞാനത് മറന്നുപോയി. അപ്പം ഏതായാലും പറഞ്ഞതാണല്ലോ എന്ന് കരുതി ഞാനത് അടയ്ക്കാൻ, കോഴിയുടെ കൂട് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ്. അപ്പം കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാൻ ഭവനത്തിലില്ലായിരുന്നു. പക്ഷെ അവിടെ ഒരു മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ, ഈ കോഴിയുടെ കൂട് വെച്ചിരുന്ന സ്ഥലത്ത് അവർ വലിയൊരു കുഴി, അവരുടെ പുതിയതായി വീടിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ടോയ്ലറ്റിൻ്റെ ഒരു കുഴി അവരിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 2 ആളുടെ താഴ്ചയുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലാണ് അടുത്താണ് ഈ കൂട് ഞാനത് അറിഞ്ഞില്ല. നേരം വൈകിയത് കൊണ്ട് ഞാൻ നേരെ ചെന്ന് ഇത് അടയ്ക്കാനുള്ള ശ്രമത്തിൽ ഇത് ശ്രദ്ധിക്കുന്നില്ല. നേരെ ആ കുഴിയിലേക്ക് വീഴാനിടയായിത്തീർന്നു. എൻ്റെ പുറം ആ കുഴിയിലൂടെ ഉരഞ്ഞ് പുറത്തെ തൊലി മുഴുവൻ പോയി. അങ്ങനെ വലിയൊരു അപകടം അവിടെയും സംഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്പോഴും ആ പാട് എൻ്റെ പുറത്ത് അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ബാല്യപ്രായത്തിൽ ഏകദേശം ഒരു 10 വയസ്സ് വരെയുള്ള സമയത്ത് ഒത്തിരി മേജറായിട്ടുള്ള ആക്സിഡൻറ്റുകൾ, എൻ്റെ അവയവങ്ങൾക്ക് ഹാനി വരത്തക്കവണ്ണം, എൻ്റെ ജീവൻ നഷ്ടപ്പെടത്തക്കവണ്ണം ഒക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ കൊണ്ടും തീർന്നില്ല. പിന്നീട് വാഹനവുമായി ബന്ധപ്പെട്ട് നിരവധി ആക്സിഡൻറ്റുകൾ എനിക്ക് സംഭവിച്ചു. എൻ്റെ പപ്പയുടെ സഹോദരിയുടെ വിവാഹം വിളിക്കുവാൻ വേണ്ടി, അന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനങ്ങളില്ല. ഞാനും എൻ്റെ മാതാവും പിതാവും ഒക്കെ ആയിട്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്യവേ കൂത്താട്ടോളത്തിനടുത്ത് മീങ്കുന്നം എന്ന സ്ഥലത്ത് വെച്ച് ആ ബസ് മറ്റൊരു ബൈക്കിനെ ഓവർടേക്ക് ചെയ്യുക, നിയന്ത്രണം വിട്ട് ഞങ്ങൾ ഇരുന്ന ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബസ് മറയാനിടയായിത്തീർന്നു. 4 ടയറുകളും മുകളിലേക്ക് വന്നു. ആ വശത്തിരുന്ന ആളുകൾക്കെല്ലാം പരിക്കുകൾ പറ്റി. ഞങ്ങൾ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പോറലും ഏൽക്കാതെ വണ്ണം കർത്താവ് ഞങ്ങളെ വിടുവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇനി മറ്റൊരു അപകടത്തെക്കുറിച്ച് പറഞ്ഞാൽ, 1998 റെയ്നാഡ് ബോങ്ക എന്ന് പറയുന്ന ലോക പ്രശസ്ത സുവിശേഷകൻ എറണാകുളത്ത് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ അന്ന് പാമ്പാക്കുട അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയോടുള്ള ബന്ധത്തിലാണ് ആരാധനയ്ക്ക് പോയിരുന്നത്. ആ സമയത്ത് സഭയായിട്ട് ഞങ്ങൾ ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ ജീപ്പ് ക്രമീകരിച്ച്, അന്ന് ജീപ്പിലാണ് നമ്മളെല്ലാം കടന്ന് യാത്രയൊക്കെ കൂടുതലും ചെയ്തിരുന്നത്. അത് വലിയൊരു രസമുള്ളൊരു അനുഭവമായിരുന്നു. പുറകിലൊക്കെ തൂങ്ങി നിന്ന് ഒക്കെ പോകുന്ന പോലെയുള്ള സാഹചര്യങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ സഭയായിട്ട് ജീപ്പ് ക്രമീകരിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ഒരു 3-3:30 കൂടെയൊക്കെ ഞങ്ങളെല്ലാവരും ചർച്ചിൽ വന്ന് യാത്ര ആരംഭിച്ചു. അല്പം ഒരു 10-12 പേരുണ്ട്. പ്രായമുള്ളവരുണ്ട്, പാസ്റ്റർ ഫാമിലി ആയിട്ടുണ്ട്, അതുപോലെ സഹോദരങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ നല്ല ടൈറ്റായിട്ട് വാഹനത്തിൽ പോവുകയാണ്. എന്നാൽ ആ വാഹനം ഓടിച്ചുകൊണ്ട് വന്ന ആളും ഒരു ക്ലീനറും ഉണ്ടായിരുന്നു. അവർ 2 പേരും കൂടെ കമ്പനി കൂടിയാണ് വന്നത്. അപ്പോൾ ഞങ്ങളും ഇത്രയും ആളുകൾ ഇതിനകത്ത് ടൈറ്റായിട്ട് പോവുക. ആ സമയത്ത് പ്രായമുള്ളൊരു അമ്മച്ചി പറഞ്ഞു, നമ്മൾ ഏതായാലും പോവുകയാണ്, കൺവെൻഷന് പോകുക, നമുക്കൊരു പാട്ടൊക്കെ പാടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയ മാതാവ് തന്നെ, ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുകയാണ് അമ്മച്ചി, ശ്രീയേശു നാമം അതിശയ നാമം എന്നുള്ള പാട്ട് പാടി. ഞങ്ങളെല്ലാം അത് ഏറ്റുപാടി കൈയടിച്ച് പാടി ഞങ്ങൾ സന്തോഷത്തോടെ മുൻപോട്ട് പോകുക. അപ്പോൾ ഈ പാട്ട് പാടിയതും ഈ വാഹനം ഓടിച്ച ആൾക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹം മറ്റൊരു വിശ്വാസത്തിലുള്ള ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുമുണ്ട്, നിങ്ങളുടെ ഒരു യേശു ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം വാഹനം ചവിട്ടി വിടുകയാണ്. നല്ല സ്പീഡിൽ അദ്ദേഹം വിടുക. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ കിലോമീറ്ററിൻ്റെ മീറ്ററൊക്കെ ഇങ്ങനെ 100 കഴിഞ്ഞ് 110 ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ആരോ ഇങ്ങനെ പറയുന്നത് കേട്ട്, ഞങ്ങളെ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണ്, വളവൊക്കെ ഇങ്ങനെ വീശുക. അപ്പം എന്തൊരു അപകടം സംഭവിക്കാൻ പോകുന്ന ഒരു സൂചനയൊക്കെ ആർക്കോ ലഭിച്ചു. ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുകയാണെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ആരോ വിളിച്ചു പറയുന്നത് കേൾക്കുവാനിടയായി. അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോയി. ആ വാഹനം ഒരു പോസ്റ്റിൽ ചെന്ന് ഇടിച്ച് 3 തവണ മറിഞ്ഞ് 4 ടയറും മുകളിൽ വരാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചു. ഈ സമയത്ത് ഞാൻ, എൻ്റെ മാതാവ്, എൻ്റെ സഹോദരൻ ഈ വാഹനത്തിലുണ്ട്. ഞങ്ങൾക്ക് യാതൊരു കേടും കൂടാതെ കർത്താവ് ഞങ്ങളെ വിടുവിപ്പാനിടയായിത്തീർന്നു. സാരമായിട്ടുള്ള പരിക്കുകൾ മറ്റ് ചിലർക്ക് സംഭവിച്ചു. എന്നാൽ ഈ ഡ്രൈവറും ക്ലീനറും അവർക്ക് വളരെ മേജറായിട്ടുള്ള പരിക്കുകൾ അവർക്ക് സംഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു.
പിന്നീട് അവർ വന്ന് ക്ഷമ പറയുകയൊക്കെ ചെയ്തത് ഞങ്ങൾ ഓർക്കുന്നു. അങ്ങനെ ഒരു വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ, അത് വലിയൊരു അപകടമായി. കർത്താവ് ഞങ്ങളെ അതിൽ നിന്ന് വിടുവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ പിന്നീട് ആ, ഈ ഈ അപകടം കൊണ്ടൊന്നും തീർന്നില്ല. പിന്നീടും പറയുകയാണെങ്കിൽ ധാരാളം ചെറിയ ചെറിയ അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ സ്റ്റിച്ച് ഇടത്തക്കവണ്ണമൊക്കെ ഒത്തിരി ആ, അപകടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ ഓർക്കുകയാണ്. എന്നാൽ എൻ്റെ ഏകദേശം ഒരു ആ, ആ, ഡിഗ്രി കാലയളവിന് ശേഷം പിന്നീട് അല്പം കൂടെയൊക്കെ ഒന്ന് ആ, ദൈവികമായിട്ടുള്ള ആ കൃപയിലേക്ക് വരികയും പരിശുദ്ധാത്മാവിഷയമൊക്കെ പ്രാപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഏകദേശമൊക്കെ അങ്ങ് അവസാനിച്ച് പിന്നീട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുൻപോട്ട് പോകാൻ തക്കവണ്ണം കർത്താവ് കൃപ. ഞാൻ ഇപ്പം മനസ്സിലാക്കിയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആത്മശക്തിയാൽ നിറയപ്പെടുമ്പോൾ നമുക്ക് വിരോധമായി നിൽക്കുന്ന പൈശാചിക ആധിപത്യങ്ങളും നമ്മെ തകർക്കാൻ വരുന്ന ശക്തികളെയെല്ലാം ജയിക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവകൃപ നമ്മുടെ മേൽ ദൈവം പകരുവാനിടയായിത്തീരും. അപ്പോൾ നമുക്ക് എപ്പോഴാ തിരിച്ചറിവ് ഉണ്ടാകുന്നോ, നമ്മൾ ആ തിരിച്ചറിവിലേക്ക് വരുമ്പോൾ, പ്രാർത്ഥനയിൽ അധികമായിട്ട് വർദ്ധിക്കുമ്പോൾ, ആത്മശക്തി ഏറ്റെടുക്കുമ്പോൾ, ആരാധനയിൽ നാം മുന്നേറുമ്പോൾ, കൂട്ടായ്മ ബന്ധങ്ങളൊക്കെ നിൽക്കുമ്പോൾ, യാതൊരുവിധമായി പൈശാചിക ആധിപത്യങ്ങൾക്ക് നമ്മെ തൊടാനായിട്ട് കഴിയത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇനി എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഞാൻ മുമ്പേ പറഞ്ഞു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് +1 +2 വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഞാൻ ഈ മുൻപ് പറഞ്ഞ പോലെ കരണ്ട് അടിച്ച് ഞാൻ ഷോക്കേറ്റ് നിലത്ത് വീണ സമയത്ത് എൻ്റെ മാതാവ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം എന്നെ കൂടെ കൂടെ ഓർപ്പിച്ച് ഉണർത്തുകയും എന്നോട് ആ കാര്യം പറഞ്ഞ് എന്നെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളതാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നുവെങ്കിലും ഞാൻ ഈ ചിന്തയിൽ നിന്നൊക്കെ വിട്ട് ലോക ഇമ്പങ്ങളിലേക്കൊക്കെ പോയ സമയങ്ങളുണ്ട്. +2 കാലയളവിൽ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് നഴ്സിങ്ങിനായിട്ട് കടന്നു പോകണം. അങ്ങനെ നഴ്സിങ്ങിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഫോമും കാര്യങ്ങളൊക്കെ ഞാൻ സംഘടിപ്പിച്ച് അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് എനിക്ക് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ +2 പരാജയപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമായി. പിന്നീട് ഒരു വർഷം അവിടെ നഷ്ടമാകുന്നു. അടുത്ത വർഷം ഞാൻ പരീക്ഷ എഴുതി വീണ്ടും പാസ്സാകുന്നു. അതിനുശേഷം ഞാൻ ഡിഗ്രിക്ക് കടന്നു പോകുന്നപ്പോൾ ആരോ പറഞ്ഞു, ഒരു ഡിഗ്രി ഒന്നുമില്ലാതെ എങ്ങനെയാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുക, ഒരു മാന്യത കിട്ടത്തില്ല. ആവട്ടെ, ഞാൻ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഞാൻ പോകാനായിട്ട് തയ്യാറായി. ഈ സമയത്തും ഒരു ആക്സിഡൻറ്റ് എനിക്ക് ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, ഈ നഴ്സിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഞാൻ അവധി സമയത്ത് ഫുട്ബോൾ കളിക്കാൻ പോകുന്നൊരു പതിവുണ്ടായിരുന്നു. ആ സമയത്ത് മറ്റൊരു വ്യക്തിയുമായിട്ട് കൂട്ടിയിടിച്ച് എൻ്റെ വിരൽ ഒടിഞ്ഞ് തൂങ്ങി. പിന്നീട് അത് കമ്പിയൊക്കെ ഇട്ട് ലെവൽ ചെയ്യേണ്ടി വന്നു. അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് മറ്റ് യാതൊന്നിനും പോകാൻ കഴിയാതെ വണ്ണം ആ കാര്യങ്ങളെല്ലാം അങ്ങനെ വർഷമൊക്കെ അങ്ങ് പോയി. അങ്ങനെയൊക്കെ അങ്ങ് പോയി. പിന്നീട് ഡിഗ്രി പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി. അങ്ങനെ ഒഴുവൂരുള്ള സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ വേണമെന്ന് ആഗ്രഹമുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഒടിഞ്ഞ് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്ന സമയമാണ്. എനിക്ക് പോകാൻ കഴിയുന്നില്ല. പക്ഷേങ്കിൽ അഡ്മിഷൻ വേണം താനും, അല്ലെങ്കിൽ പിന്നെയും വർഷങ്ങൾ മുമ്പോട്ട് പോകും. പക്ഷേ ദൈവത്തിന് ഒരു അത്ഭുതം എനിക്ക് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത്, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷനെല്ലാം കഴിഞ്ഞു, ക്ലാസ്സുകളെല്ലാം ആരംഭിച്ചു. ഏകദേശം 1 മാസം കഴിഞ്ഞാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. എൻ്റെ പിതാവിനെ ഞാൻ പറഞ്ഞയച്ചു. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ HOD, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഒരു സീറ്റ് മാത്രം ബാക്കിയുണ്ട്, അത് എന്തോ അത് ഫില്ലായി പോയില്ല, ഇത് ബാക്കിയുണ്ട്, ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം വന്ന സ്ഥിതിക്ക് ഏതായാലും തരാം എന്ന് പറഞ്ഞ് എന്നെ കണ്ടില്ല, ഇൻ്റർവ്യൂ ഒന്നും എടുത്തില്ല. എൻ്റെ പിതാവിൻ്റെ പക്കൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്ത് അയച്ച് വേഗം വന്ന് ജോയിൻ ചെയ്യുവാനായിട്ട് പറയാനിടയായിത്തീർന്നു. ഞാൻ അത്ഭുതം പെടുവാനിടയായിത്തീർന്നത് കാര്യം വളരെ വിലയുള്ള, അല്ലെങ്കിൽ ഒത്തിരി സ്വാധീനമൊക്കെ ചെലുത്തിയെങ്കിൽ മാത്രമേ അവിടെ അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. പക്ഷേ എന്നെപ്പോലും കാണാതെ എനിക്ക് അഡ്മിഷൻ ലഭിക്കാൻ, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ആ സ്ഥാപനത്തിൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ 3 വർഷം ഞാൻ ആ സ്ഥാപനത്തിൽ പഠിച്ചു. അധ്യാപകരുടെയും അവിടെയുള്ള സുഹൃത്തുക്കളെയൊക്കെ വളരെ പ്രിയപ്പെട്ടവനായിട്ട് ഞാൻ ആ സ്ഥാപനത്തിൽ ആയിരുന്നു. പെന്തക്കോസ്തുകാരനായിട്ട് തന്നെയാണ് ഞാൻ ആ സ്ഥാപനത്തിൽ ജീവിച്ചത്. എന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. കർത്താവിൻ്റെ ഒരു പൈതലാണെന്നുള്ള സാക്ഷ്യത്തോടു കൂടെ ഞാൻ ജീവിച്ചു.
ഈ അവസരത്തിലൊക്കെ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്നൊക്കെയുള്ള ചിന്ത എന്നെ ഭരിക്കുന്നുണ്ട്. എങ്കിലും പൈസയ്ക്ക് പൈസ വേണം. അപ്പം അങ്ങനെ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം അങ്ങനെ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനൊരു പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളുടെ കൂത്താട്ടുകുളത്തുള്ള ഒരു ചർച്ചിലെ പാസ്റ്ററിൻ്റെ വിശ്വാസി മുഖേന എനിക്കൊരു പെട്രോൾ പമ്പിൽ ജോലിക്കുള്ള അവസരം ലഭിച്ചു. അങ്ങനെ രാത്രി മുഴുവൻ ഞാൻ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യും. അതിനുശേഷം രാവിലെ ഞാൻ കോളേജിൽ പോകും. അപ്പം അന്നൊക്കെ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളുള്ള സമയമാണ്. അപ്പം എനിക്ക് ജോലി ഉള്ളതിൻ്റെ പേരിൽ എനിക്കൊന്നും അത്ര വലിയ ശമ്പളമൊന്നുമില്ല. 2006 കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1350 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. അങ്ങനെ ആ ഒരു തുകയ്ക്ക് ആദ്യമായിട്ട് ഞാൻ കൈപ്പറ്റുന്ന ഒരു ശമ്പളമാണ്. ഇപ്പം അങ്ങനെ അങ്ങനെ സമ്പത്ത് എനിക്ക് വരാൻ തുടങ്ങി. അതുപോലെ അങ്ങനെയുള്ള ആ സമ്പത്ത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് ഒത്തിരി സ്നേഹിതന്മാരെ കിട്ടി. ധാരാളം ലാവിഷായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെ ധാരാളം സ്നേഹിതന്മാരെ ലഭിച്ചു. ഈ ടൂറ് പോകുക എന്നുള്ളത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബിയായിരുന്നു. അങ്ങനെ ഏത് ടൂറ് വന്നാലും ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ ആ സമയത്ത് എനിക്ക് ഒത്തിരി സ്ഥലത്ത് കടന്നു പോകാൻ അവസരം ലഭിച്ചു. കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂറിസം ക്ലബ്ബ്, ഫോറസ്റ്റ് ക്ലബ്ബ്, അതുപോലെ കോളേജിൻ്റെ ടൂറ്, ക്ലാസ് ടൂർ, അങ്ങനെയൊക്കെ ഒത്തിരി വിനോദ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമ്പത്തുള്ളത് കൊണ്ട് എനിക്ക് ആരുടെ പെർമിഷൻ വേണ്ട. ഞാൻ ജസ്റ്റ് വീട്ടിൽ പറയും ഇങ്ങനെ കാര്യങ്ങൾ എല്ലാം ഞാൻ ക്രമീകരിക്കും, ഇങ്ങനെ പോകും. അങ്ങനെ NSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കോളേജിലുണ്ട്. അതിനകത്ത് പ്രവർത്തിക്കാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ ടൂറുണ്ട്, അതിൻ്റെ ക്യാമ്പുകളുണ്ട്. അങ്ങനെ എല്ലാ നിലകളിലും ആ സമയത്തൊക്കെ ഡിഗ്രി ലൈഫ് എന്ന് പറയുന്നത് വലിയ ഒരു എൻജോയ്മെൻറ്റിൻ്റെ സമയമായിരുന്നു. ഈ സമയത്ത് ഓൾ ഇന്ത്യ ടൂർ എന്ന് പറയുന്നൊരു പ്രോഗ്രാം വന്നു. അങ്ങനെ ഈ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും കവർ ചെയ്യത്തക്കവണ്ണം, കാശ്മീർ മുതൽ അങ്ങനെ നോർത്ത് ഈസ്റ്റ്, അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്യത്തക്കവണ്ണം ഏകദേശം ഒരു 15 ദിവസത്തെ ഒരു ടൂർ പാക്കേജ് വന്നു. അങ്ങനെ ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും പോകാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അതൊക്കെ ഇന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്കൊരു വലിയൊരു അനുഗ്രഹമായിട്ടത് തോന്നുകയും അങ്ങനെയൊക്കെ കർത്താവ് എന്നെ നടത്തിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഈ ഈ ടൂറും കാര്യങ്ങളും അതുപോലെയുള്ള സാമ്പത്തികമായിട്ടുള്ള നല്ല ഒരു വരുമാനമൊക്കെ എനിക്ക് വന്നുകൊണ്ട് പിന്നെയും ഞാൻ കർത്താവിൽ നിന്ന് അകന്നു മാറാൻ ഇടയായിത്തീർന്നു. അതുപോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അടുത്ത ഒരു ചിന്ത വന്നു. BA പിന്നെ പഠിച്ചു, ഇനി ജേർണലിസത്തിന് പോകണം, നല്ലൊരു വാർത്താ മാധ്യമ പ്രവർത്തകനായിട്ടും മാറണം. അങ്ങനെ ഒരു ചിന്ത വന്ന് അങ്ങനെ ജേർണലിസത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ ഇടയായിത്തീർന്നു. ഇവിടെയും മുമ്പ് സംഭവിച്ച പോലെ തന്നെ സംഭവിച്ചു. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പരാജയപ്പെടാൻ ഇടയായിത്തീർന്നു. അത് ഒരു വിഷയമല്ല പരാജയപ്പെട്ടത്. ഈ BA ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ സബ്ജക്റ്റ് ഫസ്റ്റ് ഇയറിൽ ഒരെണ്ണം, സെക്കൻഡ് ഇയറിൽ ഒരെണ്ണം, തേർഡ് ഇയറിൽ അങ്ങനെ 4 എണ്ണം, മൊത്തം 6 സബ്ജക്റ്റുകൾ. അപ്പോൾ ഈ മെയിൻ പരാജയപ്പെട്ടാൽ ഈ 3 വർഷത്തെ 6 എണ്ണം എഴുതിയെടുക്കണം. അങ്ങനെ വലിയൊരു കുടുക്കിൽ ഞാൻ അകപ്പെടാനിടയായി. ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് വീണ്ടും ഞാൻ ആ പ്ലാൻ മാറ്റിയപ്പോൾ എനിക്കറിയാം ദൈവത്തിൻ്റെ കരം എനിക്ക് ഭാരമായിട്ട് വരാനിടയായി തീർന്നു. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ ഒരു കരുതൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ആ വർഷമാണ്. മണക്കാലയിൽ ഈ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BD പ്രോഗ്രാം, 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BD എന്ന പ്രോഗ്രാം ആരംഭിക്കുന്നത്. അപ്പോൾ ഡിഗ്രിക്ക് പരാജയപ്പെട്ടാലും ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, ഈ ഒരു പ്രോഗ്രാം വന്നതുകൊണ്ട് 5 വർഷം കൊണ്ട്, സാധാരണ ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിൽ 4 വർഷം കൊണ്ട് BD ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു കാര്യം ഇങ്ങനെ വന്നതുകൊണ്ട് IBD എന്ന പേരിൽ ഒരു പ്രോഗ്രാം അന്ന് ആരംഭിച്ചു. അതെനിക്ക് അനുഗ്രഹമായി തീർന്നു. ഞാൻ പെട്ടെന്ന് ഈ ഈ സ്ഥാപനത്തിലേക്ക് ചെന്ന് അഡ്മിഷൻ എടുക്കാനിടയായിത്തീർന്നു. അതിനു മുമ്പും ഏത് കോളേജ് തിരഞ്ഞെടുക്കണമെന്നൊക്കെ ഒത്തിരി ആശങ്കകളുണ്ടായിരുന്നു. ATA കോഴ്സ് വേണോ, അതോ ഏതെങ്കിലും പ്രൈവറ്റായിട്ട് പഠിച്ചാൽ മതിയോ, സെറാംപൂറിന് വേണോ? അങ്ങനെ ഈ ധരണത്തിൽ ഞാൻ ഓർക്കുന്ന പാസ്റ്റർ എലിസൺ പോളിനെയാണ്. അതുപോലെ അദ്ദേഹമാണ് എന്നെ നിർബന്ധിച്ചത്. സെറാംപൂറിൻ്റെ കോഴ്സ് എടുക്കണമെന്ന് അദ്ദേഹം നിർബന്ധിച്ച് അദ്ദേഹം എന്നെ അതിനായിട്ട് പ്രേരിപ്പിച്ചു. അങ്ങനെ ഞാൻ ഈ സ്ഥാപനത്തിൽ കടന്നു ചെന്ന് ഈ കോഴ്സിന് പഠിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു. അവിടെ അഡ്മിഷൻ എടുത്ത് ഞാൻ 2010 എൻ്റെ തിയോളജിക്കൽ പഠനം ആരംഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഈ 2010 മുതൽ
എൻ്റെ ജീവിതത്തിലൊരു സമൂലമായ മാറ്റം ഉണ്ടാകാനിടയായിത്തീർന്നു. ഞാൻ മുൻപ് പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ ഒരുപക്ഷെ രസമായിട്ട് തോന്നുമായിരിക്കാം. പക്ഷേ ഞാൻ അതിൽ കൂടെ മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ ഉദ്ദേശം ഉള്ള ഒരു വ്യക്തി വ്യതിചലിച്ചു പോയാൽ ദൈവം അവനെ മടക്കി കൊണ്ടുവരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യോനയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മോട് പറയുന്നതാണ്. യോന ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ ദൈവം അവനെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി ദൈവത്തിൻ്റെ കരം അവന് പ്രതികൂലമായി വന്നതുപോലെ എൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എന്നെ അടുപ്പിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതെനിക്ക് പലപ്പോഴും ദുഃഖവും വേദനയും ഭാരവും നഷ്ടവുമൊക്കെ ആയി തീർന്നെങ്കിലും ഇന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിവിടെ വരാൻ മുഖാന്തരമായി തീർന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ 2010 മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുണ്ടായി. ഞാൻ എൻ്റെ തിയോളജിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാനിടയായിത്തീർന്നു. അപ്പോൾ ഇതുവരെ ഞാൻ തോറ്റൊക്കെ പഠിച്ച സമയങ്ങൾ, ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ പഠിക്കാൻ വലിയ പ്രാവീണ്യമില്ലാത്ത സാഹചര്യമൊക്കെ ആയിരുന്നു. എന്നാൽ തിയോളജിക്കൽ വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോൾ, ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ ദൈവം തുറക്കുവാനിടയായിത്തീർന്നു. നല്ല മാർക്കോടുകൂടെ സെറാംബൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BD കരസ്ഥമാക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. 5 വർഷങ്ങൾ സെമിനാരിയിൽ പഠിച്ചതും ദൈവത്തിൻ്റെ കരുതലാണ്. കൂടെ വന്ന 40-ൽ അധികം ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 21 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പാതി വഴിയിൽ അവസാനിപ്പിച്ചു പോയപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ ചുരുക്കം പേർക്ക് പഠനം പൂർത്തീകരിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. 5 വർഷം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ 5 വർഷങ്ങൾ സെമിനാരിയുടെ നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ അതെല്ലാം വളരെ കർശനമായിരുന്നു. അതിനകത്ത് നിന്ന് ഇങ്ങനെ വളരെ സ്വാതന്ത്ര്യത്തോടെയൊക്കെ, ഞാൻ പറഞ്ഞു ആദ്യം, സാമ്പത്തികമായിട്ടുള്ള നന്മകൾ കയ്യിലുള്ളപ്പോൾ ജീവിച്ച ആ ജീവിത രീതിയും അതുപോലെയുള്ള സ്വാതന്ത്ര്യത്തോടെയുള്ള ജീവിതാനുഭവങ്ങളെല്ലാം വിട്ടിട്ട് പെട്ടെന്ന് ഒരു കൂട്ടിനകത്തേക്ക് അടയ്ക്കപ്പെട്ടതുപോലെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ മാറ്റപ്പെടാൻ ഒത്തിരി മാനസികമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാനിടയായി തീർന്നെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഒറ്റ ചിന്ത എന്നെ ഭരിച്ച നിമിത്തം എങ്ങനെയും പിടിച്ചു നിൽക്കാൻ എനിക്കത് പ്രചോദനമായി. നല്ല അധ്യാപകരെ ദൈവം തന്നു, നല്ല പ്രിൻസിപ്പാളിനെ ദൈവം തന്നു, നല്ല സ്ഥാപനത്തെ, നല്ല സുഹൃത്തുക്കളെ തന്നു. അപ്പോൾ അങ്ങനെ ഈ 5 വർഷങ്ങൾ തിയോളജിക്കൽ വിദ്യാഭ്യാസ കാലയളവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിച്ച സമയങ്ങൾ കൂടെ ആയിരുന്നു. എൻ്റെ ഫീസ് അടയ്ക്കുന്ന കാര്യമൊക്കെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ട സമയങ്ങളുണ്ട്. എന്നാൽ ഞാൻ പോലും അറിയാത്ത വ്യക്തികൾ എനിക്ക് വേണ്ടി എൻ്റെ ഫീസ് അടച്ചത് ഒക്കെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഞാൻ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ ചെന്ന് നിൽക്കുന്ന സമയത്താണ് അവരെന്നോട് പറഞ്ഞു, ഫീസ് ആരോ അടച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പലപ്പോഴും ഒത്തിരി ഭാരപ്പെട്ട വിഷയങ്ങളായിരുന്നു. പക്ഷേ ദൈവം അത്ഭുതകരമായിട്ട് ചിലരെ ഏലിയാവിന് വേണ്ടി ഒരു കാക്കയെ ഒരുക്കിയതുപോലെ ദൈവം എനിക്ക് വേണ്ടിയും കരുതുവാനിടയായി തീർന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ഈ 2010 സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഇറങ്ങാൻ ഒരു മുഖാന്തരം കൂടെയുണ്ട്. ഞാനത് പറയാനായിട്ട് വിട്ടുപോയി. 2010 ICPFൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്ന ഒരു സമയത്ത് മൂവാറ്റുപുഴയ്ക്കടുത്ത് ഉള്ളൊരു സ്ഥലത്ത് ക്യാമ്പ് നടക്കുകയാണ്. ആ സമയത്ത് ശക്തമായിട്ടുള്ള ദൈവവചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ തന്നെ ഒന്നും കൂടെ ഒന്ന് കണ്ടുണരാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ ആ സമയത്ത് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും സമർപ്പിച്ച് അങ്ങനെയാണ് 2010 ഞാൻ മണക്കാലയിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നത്. എൻ്റെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായിട്ട് മാറി. ഹീബ്രു പോലെയുള്ള ഭാഷകൾ അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ കർത്താവ് കൃപ തന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തോറ്റൊക്കെ പഠിച്ച സാഹചര്യങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ബിബ്ലിക്കൽ ലാംഗ്വേജുകൾ പഠിക്കുവാൻ കർത്താവ് അവസരം തന്നു. ഗ്രീക്ക്, ഹീബ്രു പോലെയുള്ള ഭാഷകളൊക്കെ പഠിക്കാൻ കർത്താവ് അവസരം തന്നു. അതൊക്കെ എൻ്റെ ശുശ്രൂഷയ്ക്കും എൻ്റെ ആത്മീക ജീവിതത്തിനുമൊക്കെ വലിയ മുതൽക്കൂട്ടായിട്ട് മാറുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ 2010 മുതൽ 15 വരെയുള്ള കാലയളവ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ പൂർത്തീകരിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തിറങ്ങാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഡിഗ്രി എക്സാം എനിക്ക് എഴുതാൻ ഒരവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ ഫെയിലിയർ ആയിട്ടുള്ള സബ്ജക്ട്സ് എഴുതി, അതും പാസ്സാകാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായി. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. 2015 ശേഷം ഞാൻ എന്ത് വേലയ്ക്ക് വേണ്ടി ഞാൻ പോകും? ചർച്ച് മിനിസ്ട്രി വേണോ? ട്രാൻസ്ലേഷൻ മിനിസ്ട്രി വേണോ? നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യണമോ? എന്നൊക്കെയുള്ള ഒത്തിരി ചിന്തകൾ എന്നെ ഇങ്ങനെ അലട്ടുവാനിടയായി തീർന്നു. എന്നാലും ഞാൻ ദൈവ ശബ്ദം ത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് ഞാനൊരു തീരുമാനം എടുക്കാനിടയായി തീർന്നു. ഏതായാലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി. ഇനി നാട്ടിൽ നിൽക്കേണ്ട, നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകാം
എന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റായി അവിടെ ഒരു സ്ഥാപനത്തിൽ അധ്യാപകനായിട്ട് ആ, ജോയിൻ ചെയ്യുകയും അവിടെയുള്ള ഒരു പുതിയ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും വേണം. ഇതായിരുന്നു എൻ്റെ മുമ്പിലുള്ളതായ ആദ്യത്തെ ഒരു ആ, ആ, ഒരു വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ രാജസ്ഥാനിലേക്ക് കടന്നുപോയി. പക്ഷെങ്കിൽ അത് ഒരു ദൈവഹിതമല്ലാത്ത ഒരു യാത്രയായിരുന്നു എന്ന് എനിക്ക് ഇന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് വീണ്ടും ജോലിയിലേക്ക് ഞാൻ മടങ്ങിപ്പോയ അനുഭവം, അവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ ഇന്ന് പലരും ഒക്കെ അങ്ങനെ പോകുന്നുണ്ട്. ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ട് സ്കൂളിൽ പഠിപ്പിച്ച് ശമ്പളം മേടിച്ച് അതിനോട് ചേർന്ന് സുവിശേഷ വേലയൊക്കെ ചെയ്യാമെന്നുള്ള ധാരണയിലൊക്കെ പലരും പോകുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചൊരു പരാജയമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു. അവിടെ ചെന്ന് എനിക്ക് ഭാഷ അറിയത്തില്ല, യാതൊരു കാര്യങ്ങൾക്കും എനിക്ക് ഒരു നീക്കുപോക്കും ഉണ്ടായില്ല. ആ സ്കൂളിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തവണ്ണം വലിയ പ്രതിസന്ധികൾ ഉളവാകാനിടയായി തീർന്നു. ഞാൻ ഒരു മാസം പോലും അവിടെ തികച്ച് നിന്നില്ല. പെട്ടെന്ന് തന്നെ അവരോട് പറഞ്ഞെല്ലാം അവസാനിപ്പിച്ച് ഞാൻ അവിടുന്ന് യാത്രയായി. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ദൈവദാസൻ പാസ്റ്റർ VC വർഗീസ്, രാജസ്ഥാനിൽ പിലാനിയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പാസ്റ്ററായിരിക്കുന്ന ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് പരിചയമുണ്ട്. അങ്ങനെ അവരോട് ചേർന്ന് 3 മാസക്കാലം ഞാൻ അവിടെ ചെലവഴിച്ചു. എന്നിട്ട് അവിടെയും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചില്ല. കാരണം എൻ്റെ സമയമായി, വിവാഹത്തിനുള്ള പ്രായമായി, സമയം മുൻപോട്ട് പോകുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു നീക്കുപോക്കുണ്ടാകണം. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ തുടർന്നാൽ പറ്റില്ല എന്ന കാരണത്താൽ ഞാൻ പിന്നെ അവിടെ നിന്നും അവരോട് പറഞ്ഞ് അവിടുത്തെ വേല മതിയാക്കി ഞാൻ വീണ്ടും നാട്ടിലേക്ക് മടങ്ങി വന്നു. ഈ സമയത്ത് ഒരു ദൈവാലോചന ഉണ്ടായിരുന്നു. നീ പോയതുപോലെ തന്നെ മടങ്ങി വരും എന്നുള്ള ഒരു ആലോചന എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഞാൻ അത് കേൾക്കാതെയാണ് മുൻപോട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദൈവ വചനമൊക്കെ പഠിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വാസ്തവമായിട്ടും ദൈവശബ്ദം കേട്ടാണ് നാം യാത്ര ചെയ്യേണ്ടത്. ദൈവഹിതമല്ലാത്ത സ്ഥലത്ത് നാം ഒരിക്കലും ശുശ്രൂഷിക്കാൻ ഇടയായിത്തീരരുത്. ദൈവഹിതമല്ലാത്ത യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് പരാജയമായിട്ട് മാറുമെന്നുള്ള ഒരു അനുഭവം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ 2015 ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. 2015 ഡിസംബർ മാസത്തിൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഈ സമയത്താണ് അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൽ ദൈവദാസന്മാരെ എടുക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുവാനിടയായിത്തീർന്നത്. സമയത്ത് ഞാനും ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ ഇൻ്റർവ്യൂവിനായിട്ട് ഞാൻ പുനലൂർ കടന്നു ചെന്നു. അവിടെ ഒരു ശുശ്രൂഷകനായിട്ട് എന്നെ എടുക്കാനിടയായിത്തീർന്നു. ആ സമയത്താണ് മേലെ ചിന്നാർ എന്ന് പറയുന്ന സ്ഥലം, ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്തിനടുത്ത് മേലെ ചിന്നാർ എന്ന സ്ഥലത്ത് അവിടുത്തെ പാസ്റ്റർ സ്ഥലം മാറിപ്പോയത് കൊണ്ട് എന്നെ ആ സഭയിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യാനിടയായിത്തീർന്നു. അങ്ങനെ ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൽ പ്രവേശിക്കുന്നത് ഒരു ചെറിയ സഭയുടെ പാസ്റ്ററായിട്ടാണ്. ഒരു പുതിയ വർക്കായി എടുത്തുകൊണ്ടല്ല, ആ സെക്ഷനിലെ ഒരു സഭയുടെ പാസ്റ്ററായിട്ട് ഏകദേശം 10-16ഓളം പ്രിയപ്പെട്ടവരുള്ള ഒരു ചെറിയ സഭയുടെ പാസ്റ്ററായിട്ട് എനിക്ക് അവിടെ പ്രവേശനം ലഭിച്ചു. അങ്ങനെ 2015 മുതൽ 18 വരെയുള്ള കാലയളവ് ഞാൻ ആ ദേശത്ത് സഭയോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഈ സമയത്താണ് ഞാൻ സോഷ്യൽ വർക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ MSW പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു പ്രോഗ്രാം തൊടുപുഴയിൽ വെച്ച് അവർ കോഴ്സ് നടത്തുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയും അവിടെ പോയി പഠിക്കുകയും അതിൻ്റെ എക്സാം എഴുതുകയും ചെയ്ത് അങ്ങനെ MSW പാസ്സാകുവാൻ കർത്താവ് കൃപ ചെയ്തു. 2016 കാലഘട്ടങ്ങളിൽ അത് പാസ്സാകുവാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പോൾ 2015 ഞാൻ മടങ്ങി വന്ന് ഈ സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ 2016 ഞാൻ ആ സ്ഥലത്ത് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആലോചനകൾ എങ്ങനെ വരുന്നു, ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ചെങ്കിലും ഒന്നും നടക്കാത്ത സാഹചര്യമാണ്. പല നിലകളിലുമൊക്കെ ഇങ്ങനെ ഞാൻ വിവാഹത്തിന് വേണ്ടി പരസ്യങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വിവാഹത്തിനുള്ള പ്രപ്പോസലുകളൊന്നും വരുന്നില്ല. കാരണം പാസ്റ്റർമാരെ വിവാഹം കഴിക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു വലിയ വെല്ലുവിളി എൻ്റെ മുമ്പാകെ വന്നു. ശക്തമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. പല പെൺകുട്ടികളൊക്കെ കാണുവാനായിട്ട് പോയെങ്കിലും അത് ഒന്നും നടക്കാത്ത സാഹചര്യം. സുവിശേഷ വേലയ്ക്ക് സമർപ്പണമുള്ളവരെ എനിക്ക് കണ്ടുകിട്ടുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഈ വിഷയം വളരെ ഒരു ഭാരമായിട്ട്, എൻ്റെ പ്രായം മുൻപോട്ട് പോകുന്നു, 28 വയസ്സ് കഴിഞ്ഞു. ആ സമയത്ത് ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്നു, ഈ ദിവസങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ദൈവശബ്ദം എനിക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ 2016 മാർച്ച് മാസത്തിൽ ഞാൻ 7 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ ഒരുക്കിയിട്ടുണ്ട്.
ആ ഒരു ചിന്ത എന്നെ ദൈവാത്മാവെന്നെ ഹൃദയത്തിൽ നൽകാനിടയായി തീർന്നു. അപ്പോൾ തന്നെ മറ്റൊരു ചിന്ത കൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായി തീർന്നത്, നമ്മൾ ആ, ലഭിക്കേണ്ട വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാനിടയായി. അങ്ങനെ ഞാനൊരു ഡയറിയിൽ എനിക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ ഞാൻ എഴുതാനിടയായിത്തീർന്നു. എനിക്ക് ഞാനത് പറയുമ്പോൾ ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് ചിരി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എൻ്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് എൻ്റെ എൻ്റെ പങ്കാളിയായി ലഭിക്കേണ്ട പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പലയിടത്തും പോയിട്ടും കാര്യങ്ങളൊന്നും ഓക്കെ ആകാത്തതുകൊണ്ട് ഞാൻ ഇനി പോകുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ദൈവമേ എനിക്ക് അനുകൂലമാക്കി നൽകണം, ഞാൻ ദൈവഹിതമാണ് തിരിച്ചറിയാൻ ഇത് മുഖാന്തരമാകും എന്ന ആ ഒരു ചിന്ത. ഗിദയോൻ എന്ന് പറയുന്ന വ്യക്തി അടയാളം ദൈവത്തോട് ചോദിച്ച പോലെ ഞാനും ഈ അടയാളങ്ങൾ ഒരു 10 കൂട്ടം കാര്യങ്ങൾ ഞാൻ എഴുതുവാനിടയായി തീർന്നു. പൊക്കം, അതുപോലെ അങ്ങനെയുള്ള ഒരു 10 കൂട്ടം കാര്യങ്ങൾ ഞാൻ വിദ്യാഭ്യാസം, നിറം, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ 10 കൂട്ടം എഴുതി. അപ്പോൾ സുവിശേഷ വേലയോടുള്ള താല്പര്യം ഉള്ളതായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഞാൻ ഇന്നത് എൻ്റെ ഡയറിയിലുണ്ട്. ഞാൻ ഇന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ ഞാൻ എഴുതി ഈ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ തറപ്പിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയായിരിക്കുന്ന പ്രിൻസിയുടെ പ്രപ്പോസൽ ആ സമയത്ത് ഉപവാസത്തിൻ്റെ അവസാന സമയത്ത് ഈ കോള് മറ്റൊരു ദേവദാസൻ, പരിചയമില്ലാത്തൊരു ദേവദാസൻ എൻ്റെ പരസ്യം ഗുഡ് ന്യൂസിൽ കണ്ടിട്ട് ഇന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ സംസാരിച്ചു. ഉപവാസം കഴിഞ്ഞ അനന്തരം ഞാൻ പെട്ടെന്ന് ഈ ഇടുക്കിയിൽ നിന്ന് എൻ്റെ ഭവനം കൂത്താട്ടുകുളത്തേക്ക് ഞാൻ വന്ന് രാത്രിയിൽ ബസ് ബുക്ക് ചെയ്ത് ഈ പ്രപ്പോസൽ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വയനാട്, അവളുടെ വീട് വയനാടാണ്, വയനാട് മീനങ്ങാടി, അവിടെ ഞാൻ കടന്നു ചെല്ലുന്നു. ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പോലും അറിയാതെ ഈ ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ തന്നെ എന്നോട് ഇങ്ങോട്ട് പറയുക. ഞാൻ ഓരോ കാര്യങ്ങളും ഞാനത് വെൽ പ്ലാനഡ് ആയിട്ട് എഴുതി വെച്ച് ആ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതിങ്ങനെ ഞാൻ ചോദിക്കുന്നു, പൊക്കം ചോദിച്ചു, അതുപോലെ പഠിച്ച കാര്യങ്ങൾ ചോദിച്ചു, അതുപോലെ സുവിശേഷ വേലയോടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച്, അപ്പം ഫിസിക്കൽ അപ്പിയറൻസ് ആകട്ടെ, നിറമാകട്ടെ, ക്വാളിഫിക്കേഷൻ ആകട്ടെ, എല്ലാം ഞാൻ എഴുതിയത് അതേപടി അത് അവിടെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു, സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇരു കൂട്ടർക്കും താല്പര്യമായി ദൈവഹിതപ്രകാരമുള്ള ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുള്ള വിവാഹം എനിക്ക് 2016 എനിക്ക് ദൈവം നൽകി തന്നു. 2016 ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുടുംബമായിട്ട് ചില നാളുകൾ ഇടുക്കിയിൽ ഞങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം തന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കാനിടയായി. വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ നിന്നാണ് ഞാൻ വിവാഹം ചെയ്തത്. അവിടെ പിതാവ് KJ പീറ്റർ, അതുപോലെ മാതാവ് ഓമന പീറ്റർ, വൈഫിനൊരു സഹോദരിയുണ്ട് പ്രിയ പീറ്റർ. അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ ചെന്ന് കയറുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവഹിത പ്രകാരമുള്ള ഈ വിവാഹ ബന്ധം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് തീർന്നു. കർത്താവിൻ്റെ വേലയിൽ വളരെ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുള്ള ഒരു സഹോദരിയെ തന്നെ എൻ്റെ ജീവിത സഖിയായിട്ട് ലഭിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഞങ്ങൾ ഇന്ന് സന്തോഷത്തോടു കൂടെ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ദൈവ വേലയിൽ, പ്രാർത്ഥനയിലൊക്കെ വളരെ സജീവമായിട്ട് മുന്നേറുവാൻ ഞങ്ങൾക്ക് ദൈവത്താൽ കഴിയുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എൻ്റെ ശുശ്രൂഷ കാലയളവിൽ എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് മാത്രമല്ല, നമ്മളിൽ പലർക്കും, ശുശ്രൂഷയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഈ ഒരു അനുഭവം പറയാനുണ്ടായിരിക്കാം. പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ മക്കൾക്ക് ഒത്തിരി അത് അനുഗ്രഹമാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാവാണ് പ്രാർത്ഥനയിൽ എനിക്ക് ഒത്തിരി സഹായം നൽകുന്നത്. എൻ്റെ പിതാവ് മറ്റ് ഇതര കാര്യങ്ങളിലൊക്കെ എന്നെ സഹായിക്കുമെങ്കിലും പ്രാർത്ഥിക്കുമെങ്കിലും എൻ്റെ മാതാവ് പ്രാർത്ഥനയിൽ വളരെ എനിക്ക് സപ്പോർട്ടാണ്. പ്രത്യേകാൽ ഈ അവസരത്തിൽ എൻ്റെ മാതാവിനെ, ലില്ലി മാത്യുവിനെ ഓർക്കുന്നു. പ്രത്യേകാൽ ആരോമ TV പ്രാരംഭ സമയങ്ങളിൽ എൻ്റെ മാതാവ് ഇതിനകത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ പിതാവ് TD മത്തായി, എൻ്റെ സഹോദരൻ ജോയൽ മാത്യു, അദ്ദേഹവും വിവാഹിതനാണ്, അഡ്വക്കേറ്റ് പ്രിസില്ല പ്രസാദ്, അവരും കുടുംബമായിട്ട് ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. അവരും ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വലിയ കൈത്താങ്ങലാണ്. അവർക്കൊരു മകനുണ്ട്, ജുവാൻ. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ കുടുംബമായിട്ട് ഞങ്ങൾ എല്ലാവരും ആയിരിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇനി സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച കാലയളവ് മുതൽ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഈ പാമ്പ് എന്ന് പറയുന്നത് പൈശാചികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എൻ്റെ ശുശ്രൂഷയുടെ തുടക്കം മുതൽ ഇത് വിടാതെ ഞങ്ങളെ പിന്തുടരുകയാണ്. ഞാൻ പറഞ്ഞു, മേലെ ചിന്നാറിൽ
15 ഡിസംബറിൽ അവിടെ ചെന്ന് ചാർജ് എടുത്ത് ഞങ്ങൾ അവിടെ ചെന്ന് കാലുകുത്തിയതും ഒരു പാമ്പിൻ്റെ മുമ്പിലേക്കാണ് ഞങ്ങൾ ചെല്ലാനിടയായി. എൻ്റെ മാതാവ് അന്ന് എന്നോട് കൂടെയുണ്ട്. എൻ്റെ മാതാവ് ലില്ലി മാത്യു. അതെ, അടുക്കളയിലേക്ക് ഇറങ്ങി പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി, അന്ന് വിവാഹിതനല്ലല്ലോ. അപ്പോൾ അന്ന് ചെന്ന സമയത്ത് ഈ പാമ്പ് അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മാതാവ് അതിനെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനിത് പറയാൻ കാര്യം, അപ്പം അവിടുത്തെ പ്രവർത്തനം 3 വർഷം 2015 മുതൽ 18 വരെ ഞാൻ അവിടെ ശുശ്രൂഷിക്കാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത് ഈ ആ, ഒരു സിംബോളിക് ആയിട്ടുള്ള ഈ കാര്യം അവിടെ പ്രത്യക്ഷപ്പെടാൻ ഇടയായി തീർന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ 3 വർഷങ്ങൾ ഒത്തിരി പ്രയാസങ്ങൾ, പോരാട്ടങ്ങളൊക്കെ അവിടെ അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും അവിടെയുള്ള ദൈവമക്കൾ അവരുടെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിപ്പാൻ കർത്താവ് കൃപ തന്നു. പ്രത്യേകാൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ കത്തോലിക്ക ഏരിയയാണ്. ഏകദേശം 800ഓളം കുടുംബങ്ങളുള്ള വലിയൊരു ചർച്ചുണ്ട്. ആ സഭകളിൽ ഒക്കെ അനൗൺസ് ചെയ്തെന്ന് പിന്നീട് അറിയാനിടയായി. ഇങ്ങനെ ഒരു പാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹം നമ്മുടെ ഭവനങ്ങളിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്, ആരും അദ്ദേഹത്തെ കയറ്റരുത് എന്ന് പറയാനിടയായി തീർന്നെന്ന് പിന്നീട് അറിയാനിടയായി തീർന്നു. പല ഭവനങ്ങളിൽ ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ ഞങ്ങളോടുള്ള പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. എനിവേ, എന്നിരുന്നാലും ചുറ്റുപാടുമുള്ള ഭവനങ്ങളിലൊക്കെ നല്ല സാക്ഷ്യവും നല്ല അഭിപ്രായവും ഞങ്ങളെക്കുറിച്ച് ദൈവം നൽകി തന്നു. അവർക്കെല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു. അവരുടെ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ കടന്നു ചെല്ലുകയും അന്വേഷിക്കുവാനും ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്നു. പല ഭവനങ്ങൾ മാറി മാറിയൊക്കെ താമസിച്ചു. പ്രത്യേകമായിട്ടും അവിടെയുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഭവനം ലഭിക്കത്തില്ല. സ്വന്തമായിട്ടുള്ള കെട്ടിടം നമുക്കില്ലാത്തത് കൊണ്ട് ഏകദേശം 3 ഭവനങ്ങൾ മാറി മാറി ഞങ്ങൾക്ക് താമസിക്കേണ്ടി വന്നു. ഹൈറേഞ്ചിൻ്റെ മലമടക്കുകളാണ്, യാത്രാ സൗകര്യങ്ങളില്ല. പ്രത്യേകാൽ വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തത് ബസ്സിൽ യാത്ര ചെയ്തു. പിന്നീട് ജീപ്പിൽ ഒക്കെയാണ് മലമുകളിലൊക്കെ യാത്ര ചെയ്ത് കടന്നു പോയത്. അങ്ങനെയുള്ള പരിചയങ്ങളൊന്നും ഞങ്ങൾക്കില്ല. താഴ്വാരങ്ങളിൽ ജീവിച്ച് ശീലിച്ചവരാണ്. പക്ഷേ ആ സാഹചര്യത്തിലും കർത്താവ് ഞങ്ങളെ നടത്തുവാനിടയായി തീർന്നു. അതിനുശേഷം 2018 അല്പം കൂടെ ഒരു ക്രമീകരണം, ജീവിത സാഹചര്യങ്ങളിൽ ഒരു ക്രമീകരണം വേണമെന്ന് ആഗ്രഹമുണ്ടായി. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഒരു നിയോഗം തന്ന് ട്രാൻസ്ഫറിന് വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ 2018 ആലുവയിൽ അടുത്തുള്ള, ഞാനിപ്പോൾ ആയിരിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ആലുവ സെക്ഷനിൽ നോർത്ത് പറവൂരിനടുത്ത് പുത്തൻവേലിക്കര എന്ന് പറയുന്ന ഈ സഭയോടുള്ള ബന്ധത്തിൽ എനിക്കിവിടെ പാസ്റ്ററായിട്ട് എനിക്കിവിടെ പ്രവേശനം ലഭിച്ചു. അങ്ങനെ 2018 മെയ് മാസത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ പാർത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. കൃപയാൽ 5 വർഷങ്ങൾ പൂർത്തീകരിപ്പാൻ കർത്താവ് കൃപ തന്നു. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു വരുന്നതിന് മുൻപും ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. കടന്നു ചെല്ലുന്ന ദേശം വലിയ മുള്ളുകൾ നിറഞ്ഞ ദേശമാണ്. ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. ഇത് കേട്ടപ്പോൾ എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. എങ്കിലും വർഷങ്ങൾ കഴിയുന്തോറും ആ ദൂതിൻ്റെ പ്രകാശനം എനിക്ക് ലഭിക്കാനിടയായി. ഇതായിരുന്നു കർത്താവ് അന്ന് പറഞ്ഞത് എന്ന് ഇന്ന് ചിന്തിക്കാനായിട്ട് ഇടയായി തീരുകയാണ്. കാരണം ഈ 2018 ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ താമസം ആക്കുവാൻ വേണ്ടി ഞങ്ങൾ കടന്നു വന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഭവനത്തിലേക്ക് ഇപ്പോൾ ആയിരിക്കുന്ന ഈ പാഴ്സനേജിൽ, ഇവിടെ സ്വന്തമായിട്ട് ആലയവും പാഴ്സനേജും ഒന്നുമില്ല, വാടകയ്ക്കാണ്. ഇവിടെ ഞങ്ങൾ കടന്നു വന്ന് ചാർജ് എടുത്ത സമയത്തും ഇവിടെ ഒരു പാമ്പ് പ്രത്യക്ഷപ്പെടാനിടയായി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെയും പാമ്പിനെ കൈകാര്യം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. അന്ന് മുതൽ പിന്നീട് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ കൂടെ ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. ശുശ്രൂഷയിൽ ശക്തമായിട്ട് മുന്നേറുമ്പോൾ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ കരകയറി വരുന്നത് പോലെ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. ഒത്തിരി അനുഭവങ്ങൾ ഈ ദേശത്ത് നിന്ന് കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് എനിക്ക് പറയുവാനായിട്ട് കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് എൻ്റെ വൈഫിനെ പാമ്പ് കടിക്കാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം ഒരു പാമ്പിനെ ഞങ്ങൾ കൈകാര്യം ചെയ്തു എന്നതുപോലെ കഴിഞ്ഞ 2021 കോവിഡിൻ്റെ സമയം ഒക്കെ കഴിഞ്ഞ് വീണ്ടും സജീവമായിട്ട് സഭ പ്രവർത്തനം ആരംഭിച്ച സമയമാണ്. അന്ന് ഞാൻ ദാനിയേൽ പാസ്റ്റർ ഓർപ്പിച്ച പോലെ കോമ്പസ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിനും ആരംഭം കുറിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. 2020 ഏപ്രിൽ മാസത്തിലാണ് ഇത് ആരംഭിച്ചത്. ആ പ്രസ്ഥാനം ഒരു ചെറിയ കൂട്ടായ്മയായിട്ട് ആരംഭിച്ചതെങ്കിലും പിന്നീട് ലോകരാജ്യങ്ങളിലേക്ക് അത് പടരുവാനിടയായിത്തീർന്നു. വിവിധ രാജ്യങ്ങളിലുള്ളവരെ ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവുകൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ നടത്തി വരികയാണ്. അങ്ങനെ ആ സമയത്തൊക്കെ എല്ലാവർക്കും സമയമുണ്ട്, ഒത്തിരി ഫ്രീ ടൈമുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു കൂട്ടായ്മയാണ്. 2021
സെപ്റ്റംബർ മാസം 1-ാം തീയതി പതിവ് പോലെ വൈകിട്ടത്തെ കൂട്ടായ്മയ്ക്ക് ശേഷം അന്ന് പ്രത്യേക ഒരു നിയോഗപ്രകാരം ഞങ്ങൾ വിവിധ വിഷയങ്ങൾ, ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പാകെയുണ്ട്. ഈ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മ ആയതുകൊണ്ട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ കടന്നു വരും. ഏകദേശം 80-90 ആളുകളൊക്കെ എല്ലാ ദിവസവും കടന്നു വന്നിരുന്ന സമയങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും വിഷയങ്ങളെ ഞങ്ങൾ എഴുതി വെച്ച് അത് പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഈ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് അധിക സമയം പ്രാർത്ഥനയ്ക്ക് ലഭ്യമാകാത്തതുകൊണ്ട് ഞങ്ങൾ ദേവദാസന്മാരും എല്ലാം കൂടെ തീരുമാനിച്ചു, നമുക്ക് രാത്രിയിൽ അല്പസമയങ്ങൾ കൂടെ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു മുഴുരാത്രി പ്രാർത്ഥന പോലെ നമുക്ക് പറ്റുന്നത്രയും സമയം നമുക്ക് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ 2021 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഹ്വാനം ചെയ്ത് വൈകിട്ടത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അനന്തരമായിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങി. ഏകദേശം ഒരു 9:30 സമയം കഴിഞ്ഞു. ആ സമയത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിൻ്റെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, പെട്ടെന്ന് വാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാം, കുഞ്ഞുങ്ങളെയൊക്കെ പിന്നെ കിടത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് അല്പസമയങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ വേഗത്തിലെ കാര്യങ്ങൾക്ക് ചെയ്തു വരവേ ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് എൻ്റെ കിച്ചണിൻ്റെ ഡോറ് തുറന്ന് വൈഫ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്ത് അവിടെ ഒരു പാമ്പ് കിടന്നിരുന്നു. ഇതറിയാതെ എൻ്റെ വൈഫ് പാമ്പിനെ ചവിട്ടി. വൈഫിൻ്റെ കാലിൽ പാമ്പ് കടിച്ചു. പെട്ടെന്ന് ശക്തമായ വേദന അനുഭവപ്പെട്ട് ഇങ്ങനെ ഒരു കാലിൽ ഇങ്ങനെ തുള്ളി എൻ്റെ അടുത്തേക്ക് വന്ന്, അച്ഛാ എൻ്റെ കാലിൽ എന്തോ കടിച്ചു എന്ന് പറയാനിടയായി തീർന്നു. ഞാൻ നോക്കുമ്പോൾ 2 മുറിവുകളുണ്ട്, ശക്തമായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്തയാണ് വന്നത്, ഇനി വല്ല പാമ്പോ മറ്റോ ആണ് എന്താണെന്ന് കടിച്ചെന്ന് ചോദിച്ചു. കണ്ടില്ല എന്ന് പറഞ്ഞു. എനിവേ ഞങ്ങളുടെ മീറ്റിങ്ങിലൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തോട് ഞാൻ ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്തോ കടിച്ചു. അദ്ദേഹം ഈ വിഷവുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് വേഗം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പെട്ടെന്നൊരു വള്ളി എടുത്ത് കെട്ടാൻ പറഞ്ഞു. അങ്ങനെ വള്ളി എടുത്ത് കെട്ടി, ഇനി ഒട്ടും വൈകിക്കണ്ട, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ദൈവം ഞങ്ങൾക്കൊരു ധൈര്യം തന്നു. ഈ സംഭവം പാമ്പ് കടിച്ചതാണോ എന്തോ നമുക്ക് അങ്ങനെ ഒരു പരിചയമൊന്നും നമുക്കില്ല. പക്ഷെങ്കിൽ ഈ ഒരു വ്യക്തി ഇത് പറയുന്നത് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു ചിന്ത, പാമ്പാണെന്നുള്ള ചിന്ത, നമ്മളങ്ങനെ കടിക്കുമെന്നൊന്നും നമുക്ക് ചിന്തയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ആ ചിന്തയൊന്നും പോയില്ല. പെട്ടെന്ന് വള്ളി എടുത്ത് കെട്ടി ഞങ്ങൾ ഈ അദ്ദേഹം പറഞ്ഞതോടെ കേട്ടപ്പോൾ അല്പം ഒരു ഭയം വന്നെങ്കിലും ദൈവാത്മാവ് എന്നെ ശക്തിയോടെ ആ സമയത്ത് എന്നെ നിറയ്ക്കാനിടയായി തീർന്നു. പെട്ടെന്ന് വചനം മനസ്സിലേക്ക് വന്നു, നിനക്കെതിരെ വരുന്ന ഒരു ആയുധവും ബലിക്കയില്ല, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും കെടുത്തുവാനുള്ള അധികാരം നിന്റെ മേലുണ്ട് എന്നുള്ളൊരു വചനം എൻ്റെ ഉള്ളിൽ ദൈവം തരാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ ഈ കാര്യമൊന്നും വൈഫിനോട് പറയുന്നില്ല. പെട്ടെന്ന് ചർച്ചിലുള്ളവരെ ഞാൻ ഗ്രൂപ്പിൽ ഈ കാര്യം ഷെയർ ചെയ്തു. അപ്പോൾ എനിക്കിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല, പാമ്പ് കടിച്ചതിൻ്റെ ആഘാതങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വളരെ ചെറുത്, 2021 അവർക്ക് പിന്നെ അധികം പ്രായമൊന്നുമില്ല, അവർ കരയുന്ന, വലിയ ശക്തമായിട്ട് കരയുന്നു. അപ്പോൾ അടുത്ത് ഉള്ള ഞങ്ങൾക്ക് സമീപവാസി ഒരു ഹൈന്ദവനാണ്, അദ്ദേഹം ഒരു റിട്ടയേർഡ് എക്സൈസിലെ XI ആണ്, അദ്ദേഹവുമായിട്ട് നല്ല ഒരു ബന്ധത്തിലാണ്. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് വന്നു. അങ്ങനെ പെട്ടെന്ന് അധികം മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ ഞങ്ങൾ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണം. അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു ദൈവം എൻ്റെ ഹൃദയത്തിൽ ധൈര്യം തന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു വചനം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ല. ഞാൻ പെട്ടെന്ന് അതിങ്ങനെ ഏറ്റു പറഞ്ഞു, മരണകരമായ യാതൊന്ന് കടിച്ചാലും ഹാനി വരികയില്ല. ഞാൻ കരം വെച്ച് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. കർത്താവേ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഒത്തിരി അനർത്ഥങ്ങളും ഒത്തിരി അപകടങ്ങളും ഒക്കെ അനുഭവിച്ചു കണ്ടതാണ്. പക്ഷേ ഈ ദേശത്ത് ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നിട്ട് നിന്ദാപാത്രമായി തീരാൻ അനുവദിക്കരുത്. ഈ പ്രതിസന്ധിയിൽ നിന്നും ജയം വേണം എന്ന് പറഞ്ഞ് ശക്തമായിട്ട് ആത്മനിറവോടെ പ്രാർത്ഥിക്കാനിടയായി കരം വെച്ച് പ്രാർത്ഥിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും കെടുത്തുവാൻ അധികാരം ദൈവൻ്റെ മേൽ തന്നിട്ടുണ്ട്. ഞാൻ ഈ രോഗ അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ മരണകരമായ ഈ സാഹചര്യത്തെ ഞാൻ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാവിൽ ശാസിപ്പാനിടയായി തീർന്നു. കർത്താവ് അത്ഭുതകരമായിട്ട് ജയം തന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിവേ, നമ്മൾ മനുഷ്യരാണ്. പെട്ടെന്ന് എല്ലാവരും വന്ന് ഇങ്ങനെ വെച്ചാൽ പറ്റില്ല, ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, SNIMS എന്ന് പറയും. അവിടെ കടന്നു ചെന്നപ്പോൾ അവർ പറഞ്ഞു ആൻറ്റിവെൻ കൊടുക്കണം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല, അപ്പോൾ അത് പുറത്തുനിന്ന് കൊണ്ടുവരണം, ഏകദേശം ഒരു 85,000 രൂപ നിങ്ങൾ കെട്ടിവെക്കണം എന്ന് പറയാനിടയായി തീർന്നു. ഞങ്ങളധികം വൈകിയില്ല, പെട്ടെന്ന് തന്നെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെന്നപ്പോൾ ഈ പാമ്പ് വിഷചികിത്സയുടെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് ഈ നാട്ടിലുള്ളത്. അവിടെ പെട്ടെന്ന് തന്നെ ICUവിലേക്ക് പ്രവേശിക്കാൻ ഇടയായി തീർന്നു.
അന്ന് രാത്രി 10 കൂടെ ഞങ്ങൾ അവിടെ എത്തി എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. വളരെ വേഗത്തിൽ, തിടുക്കത്തിൽ, ഏകദേശം 9:50 ഈ സംഭവം നടക്കുന്നത്. പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് അവിടെ എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതും ഒരു അത്ഭുതമാണ്. ഇതെങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്കറിയത്തില്ല. വളരെ വേഗതയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അത്ഭുതപ്പെട്ട് പോകാനിടയായി തീർന്നു. ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ ആശ്വസിപ്പിച്ചെങ്കിലും ഞാൻ വളരെ തിടുക്കത്തിൽ കാര്യങ്ങൾ അവിടെ എത്തിക്കാനായിട്ട് ഇടയായി തീർന്നു. ഐസിയുവിൽ അവർ പ്രവേശിപ്പിച്ചു. ഓരോ അരമണിക്കൂർ വീതം കയ്യിൽ നിന്ന് ബ്ലഡ് ഇഞ്ചെക്ട് ചെയ്തെടുക്കും. ഓരോ അരമണിക്കൂറിലും അതിൻ്റെ വ്യത്യാസം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം 27 പ്രാവശ്യം എൻ്റെ വൈഫിൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. 10-15 തവണ 20 തവണ കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ അരമണിക്കൂർ എന്നുള്ള 1 മണിക്കൂറാക്കി, പിന്നെ 1.5 മണിക്കൂറാക്കി, പിന്നെ 2 മണിക്കൂറാക്കി, അങ്ങനെ ഏകദേശം 27 പ്രാവശ്യം കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്ത് പരിശോധിച്ചു. അപ്പം ഓരോ തവണയും എടുക്കുമ്പോഴും അതിൻ്റെ റിസൾട്ട് വരും. ആദ്യത്തെ തവണ വന്നു, സാരമില്ല. ഇനി പലതരത്തിലുള്ള പാമ്പുകളാണ്, പല തരത്തിലുള്ള പാമ്പുകൾ കടിച്ചാലും പലതരത്തിലാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് പാമ്പാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ പരിശോധനയിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടി വന്നത്. എനിവേ 27 പ്രാവശ്യം കയ്യിൽ കുത്തി മാറി മാറി കുത്തി ഇഞ്ചക്ട് ചെയ്തു. എല്ലാ തവണയും റിപ്പോർട്ട് വന്നത് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു, ഭവനത്തിൽ വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ ആ പാമ്പ്, ഞങ്ങൾ എവിടെ കടിച്ചോ ആ ഭാഗത്തൊരു പാമ്പ് ചത്ത് കിടക്കുക. ഇതെങ്ങനെ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയത്തില്ല. ആ പാമ്പ് അവിടെ മരിച്ചു കിടക്കുകയാണ്. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിടയായിത്തീർന്നു. അപ്പോൾ ഈ ദേശത്ത് വന്ന് ആ ഒരു അനുഭവം ഞങ്ങൾക്ക് വലിയൊരു അത്ഭുത വിഷയമായിട്ട് മാറാനിടയായി. അത് കേൾക്കുന്നവരൊക്കെ അതിശയം തോന്നുമാറ് വലിയൊരു ദൈവപ്രവൃത്തിയാണല്ലോ എന്ന് പറയത്തക്കവണ്ണം ദൈവം അത് അത്ഭുതമാക്കി മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായി ഞാൻ അതിനെ മനസ്സിലാക്കുകയാണ്. ഇനി 2018 ഞാൻ ഈ സഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വരാനിടയായിത്തീർന്നത്. ഞാനും പറഞ്ഞല്ലോ, ഈ ദേശം, കടന്നു പോകുന്ന ദേശം വലിയ മുള്ളുകളുണ്ടെന്നുള്ള വലിയൊരു ദൈവശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ 2018 മെയ് മാസത്തിൽ ഇവിടെ വന്നു. ചില മാസങ്ങൾ കഴിഞ്ഞ് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ നമുക്കറിയാം 2018 കേരള ഒട്ടാകെ ജലപ്രളയത്തിൻ്റെ ഒരു അനുഭവം കടന്നു. ഞങ്ങളെയും അത് സാരമായി ബാധിച്ചു. പുത്തൻവേലിക്കര എന്ന് പറയുന്ന ഈ പഞ്ചായത്ത്, ഞങ്ങളീ പാർക്കുന്ന ഭവനം ഇത് സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. അപ്പോൾ പറയേണ്ടതില്ല വെള്ളപ്പൊക്കം എത്രമാത്രം ബാധിച്ചുവെന്ന്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ ഒരു ലോറി നിറച്ച് സ്ഥാനവുമായിട്ട് വന്നതാണ്. എല്ലാ സാധന സാമഗ്രികളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതെല്ലാമായി ഞങ്ങൾ ഈ ദേശത്തേക്ക് വന്നു. എന്നാൽ ഒന്നുമില്ലാത്തവനെ പോലെ എല്ലാം ഞങ്ങൾക്ക് നഷ്ടം വന്നു. എൻ്റെ ലാപ്ടോപ്പ് പോയി, ബെഡുകൾ പോയി, അതുപോലെ ഡ്രസ്സുകൾ പോയി. ഏറ്റവും വിഷമമെന്ന് പറയുന്നത് എൻ്റെ പഠന കാലയളവിലുണ്ടായിരുന്ന എൻ്റെ തീസിസ് ഉൾപ്പെടെ എൻ്റെ ബുക്കുകൾ, എൻ്റെ നോട്ട്സുകൾ, സെമിനാറുകൾ, പ്രസൻറ്റേഷൻസ് എല്ലാം അത് നഷ്ടം വന്ന് പോകാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ ഈ ഭവനം മുഴുവനായിട്ട് ഏകദേശം അതിൻ്റെ എൻ്റെ ഇവിടെ ചർച്ചിൽ AC ഉണ്ട്. AC-യുടെ മുകൾ ഭാഗം വരെ അത് പൂർണ്ണമായിട്ടും ഈ ഭവനം മുങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് 2018 ഓഗസ്റ്റ് മാസം 15 ജലപ്രളയം ഉണ്ടാകുന്നത്. ആ സമയത്ത് എൻ്റെ ഇളയ മകനില്ല, മൂത്ത മകൻ മാത്രമേ ഉള്ളൂ. അവന് ഏകദേശം പിന്നെ ഒരു വയസ്സ് ആകുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. കൈക്കുഞ്ഞുമായിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾക്കൂടെ ഇവിടെ ഞങ്ങൾക്ക് TV ഇല്ല. അപ്പം ഞങ്ങളുടെ വൈഫ് ഹൗസിൽ നിന്നും അതുപോലെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. അപ്പോൾ ഇപ്പോഴത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വിട്ടിട്ട് എങ്ങനെയാണ് വരിക എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ തുടരാനിടയായിത്തീർന്നു. പിന്നീട് നോക്കുമ്പോൾ ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഡാം തുറന്നു വിടേണ്ട സാഹചര്യം വന്നു. അങ്ങനെ ഡാം തുറന്നു വിട്ട സാഹചര്യം വന്നു. രാത്രി ഒരു നിർവാഹവുമില്ലാതെ ഞങ്ങൾ രാത്രി സമയത്ത് ശക്തമായ മഴ, ആ സമയത്ത് എല്ലാം ഞങ്ങൾ വലിയ സമ്മർദ്ദം ഞങ്ങളുടെ വീടുകളിൽ നിന്നുണ്ടായി. പെട്ടെന്ന് പോരെ അപ്പോഴത്തേക്കും വെള്ളം കയറി തുടങ്ങിയിരുന്നു. ഞങ്ങൾ കാറ് കൊണ്ട് അത് ഓടിച്ച് ഞങ്ങൾക്ക് 75 കിലോമീറ്റർ വേണം കൂത്താട്ടുകുളത്തേക്ക് വരുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ യാത്ര ആരംഭിച്ച് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇവിടുന്ന് രാത്രി ഏകദേശം ഒരു 12 മണിയോടുകൂടെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ യാത്ര പോകുന്ന മധ്യത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായി. ഞങ്ങൾ അടുത്ത സ്ഥലത്ത് താഴ്ന്നൊരു സ്ഥലമുണ്ട്. ഏകദേശം കാറിൻ്റെ ഡോറിൻ്റെ നടുഭാഗം വരെയുള്ള വെള്ളം, അത്രത്തോളം വെള്ളമായ സമയം. പക്ഷേ എങ്ങനെ വാഹനം നിന്നു പോകാതെ ഓടിച്ച് കയറ്റി എന്നെനിക്കൊന്നും അറിയത്തില്ല. ആ വെള്ളത്തിൽ കൂടെ ഞങ്ങൾ ഓടിച്ച്
പെട്ടെന്ന് മെയിൻ റോഡിലെത്തി. അങ്ങനെ പെട്ടെന്ന് ആ, ആ മഴയൊക്കെ ആയിരുന്നിട്ടും ഞങ്ങൾ ദൈവം സൂക്ഷിച്ച് ഏകദേശം 2 മണിയോടുകൂടെ ഞങ്ങൾ വീട്ടിലെത്തി. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ വിളിച്ച് കാര്യം തിരക്കിയപ്പോൾ വെള്ളം കയറി. അടുത്ത ഭവനത്തിൽ മുമ്പേ പറഞ്ഞ ഞങ്ങളുടെ റിട്ടയർ ആയിട്ടുള്ള SI മുമ്പിലുണ്ട്. സാറിൻ്റെ അടുത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി വിളിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളും മാറി, ക്യാമ്പിലേക്ക് മാറി എന്ന് പറഞ്ഞു. വീടിനുള്ളിലൊക്കെ വെള്ളം കയറി, സാധനങ്ങളൊക്കെ മുങ്ങി എന്ന് പറയാനായിട്ട് ഇടയായിത്തീർന്നു. ഞാനിന്ന് ചിന്തിക്കുകയാണ്, അന്ന് ആ കൈക്കുഞ്ഞുമായിട്ട് ക്യാമ്പുകളിലൊക്കെ പോകേണ്ടി വന്നിരുന്നെങ്കിൽ എത്രയോ ദുരിതം നിറഞ്ഞ അനുഭവമായിരുന്നു. ഞങ്ങളുടെ ഈ പറമ്പ് അല്ലെങ്കിൽ ഈ സ്ഥലത്തൊക്കെ ബോട്ട് വന്നു, ഹെലികോപ്റ്ററുകളൊക്കെ വന്ന ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന കാര്യങ്ങൾ പിന്നീടൊക്കെ വാർത്തയിൽ കൂടെ കാണാനിടയായിത്തീർന്നു. അങ്ങനെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു വിപത്തിൽ നിന്ന് ഞങ്ങളെയും ദൈവം കുടുംബമായിട്ട് വിടുവിപ്പാൻ ഇടയായിത്തീർന്നു. പിന്നീട് ഈ ഭവനമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ അത് ഒത്തിരി പാടുപെട്ടു. ഏകദേശം മുട്ടിനൊപ്പം ചെളി നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ സന്നദ്ധ സംഘടനകളും ഞങ്ങളുടെ ദൈവദാസന്മാരും ഒക്കെ വന്നാണ് ഈ ഭവനമൊക്കെ വീണ്ടും പൂർവ്വ സ്ഥിതിയിലേക്ക് ആക്കി തീർക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എൻ്റെ ബുക്കുകളും നോട്ടുകളും ബിബ്ലിക്കൽ ബുക്സൊക്കെ അത് കമ്പിപ്പാര കൊണ്ട് കുത്തിയാണ് ഇളക്കിയത്. അത് ചെളി കയറി അടുങ്ങി അതെല്ലാം കൂടെ ഒരു സെറ്റായി. അങ്ങനെ അതെല്ലാം പിന്നീട് കളയേണ്ടി വന്നു. ബെഡ് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഏത് തരത്തിലുള്ള ജലമാണ് ഒഴുകി വന്ന് അറിയത്തില്ലല്ലോ. പിന്നീട് അത് അണുക്കളും അണുനശീകരണമൊക്കെ ചെയ്താലും നമുക്ക് മാനസികമായിട്ടുള്ള തൃപ്തി വരത്തില്ല. അതുകൊണ്ടൊക്കെ അത് കത്തിച്ച് കളയാനായിട്ട് ഇടയായിരുന്നു. ഇട്ടിരുന്ന വസ്ത്രങ്ങളും ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, എല്ലാ തുണികളും കളഞ്ഞു. പക്ഷേ അത്ഭുതം ഒന്ന് പറയട്ടെ, കർത്താവ് ഞങ്ങൾക്ക് പോയതെല്ലാം മടക്കി തന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ഒക്കെ ഒത്തിരി ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളിൽ കൂടെയൊക്കെ സഹായങ്ങളൊക്കെ ലഭിച്ചു. ഞങ്ങൾക്കും അത് ലഭിച്ചു. പോയതൊക്കെ ദൈവം മടക്കി തന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കരുതൽ ആ ദിവസങ്ങളിലും ആ സമയങ്ങളിൽ അനുഭവിപ്പാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ ഈ ദേശത്ത് നിൽക്കുന്നു. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ മാറിയില്ല. പിന്നീടും ഈ ദേശത്ത് ശുശ്രൂഷയ്ക്ക് ശക്തമായിട്ട് ചുമൽ കൊടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള മീഡിയ മിനിസ്റ്ററി ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ നിലകളിലുള്ള ഒത്തിരി വെല്ലുവിളികൾ ഞങ്ങൾക്ക് കുടുംബത്തിൽ കുഞ്ഞുങ്ങളിലൊക്കെ അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. എൻ്റെ കുഞ്ഞ് ജെറമ്യയ്ക്ക്, അവന് 2022 ജനുവരി മാസത്തിൽ പുതുവത്സര പ്രാർത്ഥനയ്ക്ക് ശേഷം പെട്ടെന്ന് അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. 3 പ്രാവശ്യം അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. കോവിഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അതിന് സമാനമായിട്ടുള്ള അനുഭവത്തിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇന്നും ആ കുഞ്ഞിനുണ്ട്. പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞു പോയ സാഹചര്യങ്ങൾ, ICUവിലേക്ക് പ്രവേശിപ്പിക്കേണ്ട സമയങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീർന്നു. അതും ഒരു വലിയ ഒരു ക്ലേശം നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു. ICUവിലേക്ക് കുഞ്ഞിനെ പ്രവേശിപ്പിച്ച സമയങ്ങൾ സാച്ചുറേഷൻ ലെവലൊക്കെ ഒത്തിരി കുറഞ്ഞു പോയി. പക്ഷെ അനേക ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടി പോരാടുവാനിടയായിത്തീർന്നു. ആ സമയത്തും കുഞ്ഞിനെ കർത്താവ് വിടുവിച്ചു. അതുപോലെ 2 കുഞ്ഞുങ്ങൾക്കും മാറി മാറി പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ അനുഭവിപ്പാനിടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്രകാരമുള്ള ക്ലേശങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്നു. എനിക്കും ഈ അടുത്ത സമയത്ത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോയി. പെട്ടെന്ന് ഞാൻ തളർന്നു വീഴുകയും എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്ത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ. അങ്ങനെ വലിയ വെല്ലുവിളികൾ ഞാനും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നാലും കൃപയാൽ ഈ ദേശത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. അതിൻ്റെതായ പൂർത്തീകരണത്തിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 6ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ആത്മാക്കളെ ദൈവം നൽകി തന്നുകൊണ്ടിരിക്കുന്നു. ഈ ദേശത്തെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായിട്ട് ദൈവം മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്നെ ഒത്തിരി ശക്തീകരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇന്നിരിക്കുന്ന ഈ ചെയർ എന്ന് പറയുന്നത് ഈ ഓൺലൈൻ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ദൈവം തന്ന ഒരു അവസരമാണ്. ഇതിലേക്ക് വരാനും ചില മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ പ്രസംഗിക്കാനുള്ള ഒത്തിരി ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 2010 ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ എനിക്ക് 2 വാക്ക് പറയാനുള്ള ധൈര്യം എനിക്കില്ല. 2 വാക്ക് മറ്റുള്ളവരോട് പറയാനുള്ള ആ ഒരു മനക്കരുത്ത് എനിക്കില്ല. അന്നൊക്കെ ഞാൻ ആരും കാണാതെയൊക്കെ ഇങ്ങനെ ബുക്കുകളൊക്കെ മടക്കി ഇങ്ങനെ മൈക്കുണ്ടാക്കി പ്രസംഗിച്ച സമയങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥന വെച്ചപ്പോൾ ഈ PA സിസ്റ്റം, ചെറിയ ബോക്സ് അന്ന് എവിടെ നിന്നോ കൊണ്ടുവന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറിക്കകത്ത് കഥകൊക്കെ അടച്ചിരുന്ന് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ പ്രസംഗിച്ചതൊക്കെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. വചനത്തിൽ ഒരു വാക്ക് ഇങ്ങനെയുണ്ട്: തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ ദൈവം സാധ്യമാക്കുന്നു എന്നുള്ള ഒരു വചനഭാഗം.
അപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ബൈബിൾ കോളേജിൽ പോയിട്ടും ആ, എനിക്ക് പ്രസംഗിക്കാനുള്ള ആ ഒരു കഴിവൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ സഭകളിൽ വരുമ്പോൾ നമ്മുടെ സഭകളിൽ അവസരം ലഭിക്കുന്ന വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ സഭയിൽ ഒരിക്കൽ അവസരം ലഭിച്ചു. ഞാനൊരു ബുക്ക് നോക്കി ഇങ്ങനെ പല പോയിന്റുകളൊക്കെ വായിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അങ്ങനെ ആദ്യത്തെ പ്രസംഗം അല്ലെ പത്രോസിൻ്റെ പിന്മാറ്റ കാരണങ്ങൾ, എന്തുകൊണ്ട് പത്രോസിന് പരാജയം സംഭവിച്ചു എന്നുള്ള വിഷയമാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് പ്രസംഗിച്ചത്. അതിങ്ങനെ ഞാൻ മനഃപ്പാഠമാക്കി ഇങ്ങനെ ഒരു പ്രസംഗമൊക്കെ തയ്യാറാക്കി വന്നു. അപ്പം അന്ന് എന്നിലൊരു പ്രസംഗം അങ്ങനെ ഉണ്ടെന്ന് എൻ്റെ സഭയിലെ പാസ്റ്റർ മനസ്സിലാക്കി. അന്നൊക്കെ അവസരം തന്നു. എന്നാൽ പിന്നത്തേതിൽ പല നിലകളിൽ എന്നെ അങ്ങ് എന്ത് ചെയ്തു, അധികം അവസരങ്ങളൊന്നും തരാതെ എന്നെ അങ്ങ് മാറ്റി നിർത്തുന്ന പോലെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ വചനത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ ദൈവം സാധ്യമാക്കുന്നു. അപ്പം ഞാൻ ഈ പ്രസംഗിക്കുവാനുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അത് കൂടെ ഞാൻ ഈ മനഃപ്പാഠമായിട്ട് പഠിച്ച പ്രസംഗം കൂടെ പ്രസംഗിച്ചപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം സഭയിൽ എനിക്ക് അവസരം ലഭിച്ചപ്പോൾ നന്നായി ഇത് ചെയ്തു. എന്നാൽ പിന്നീട് എനിക്ക് അവസരങ്ങൾ ലഭിക്കാതെ എന്നെ മാറ്റി നിർത്തുന്ന പോലെ എനിക്ക് തോന്നാനിടയായി തീർന്നു. എന്നാൽ ദൈവം എനിക്ക് വേണ്ടി കരുതിയത് ശ്രേഷ്ഠമായ ഒരു വഴിയായിരുന്നു എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുകയാണ്. ഒരു പ്രസംഗം പ്രസംഗിക്കാൻ പാടുപെട്ട എനിക്ക് ഇന്ന് എല്ലാ ദിവസവും പ്രസംഗിക്കത്തക്കവണ്ണം നൂറുകണക്കിന് ആൾക്കാരോട് പ്രസംഗിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണത്തെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി നൽകാനിടയായി തീർന്നു. ഞാൻ ആ വചനം ഒന്നും കൂടെ പറയാം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ ദൈവം സാധ്യമാക്കുക. അതുപോലെ വാഹനം ഓടിക്കുക എന്നുള്ളത് എനിക്ക് ഒത്തിരി ആഗ്രഹമാണ്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള അങ്ങനെ വലിയ ക്രമീകരണം ഇല്ലാത്തൊരു ഭവനമായതുകൊണ്ട് സ്വന്തമായിട്ടൊന്നും വാഹനം ഇല്ലായിരുന്നു. എന്നാൽ എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് എനിക്ക് വാഹനം ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ മേടിക്കാൻ ഇടയായിത്തീർന്നത്. ഒരു വാഹനം ആവശ്യമാണ് എന്ന് ചിന്ത വന്നു. അങ്ങനെ മേടിക്കാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഞാൻ വാഹനം ഒക്കെ റെൻറ്റിനെടുത്ത് ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് പിന്നത്തേതിൽ എൻ്റെ വിവാഹം നടന്നത് വയനാട്ടിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വാഹനം ഓടിച്ച് മടുത്തു. വാഹനം ഓടിച്ച് കൊതി മാറത്തക്കവണ്ണം ദൈവം കാര്യങ്ങളെ എനിക്ക് അങ്ങനെ ക്രമീകരിച്ച് തന്നു എന്ന് പറയുന്ന ഒരു തമാശ രൂപത്തിൽ ഞാൻ പലപ്പോഴും പറയാറ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം സാധ്യമാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് 2020 ഇങ്ങനെ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കാൻ കർത്താവ് കൃപ ചെയ്തത്. എന്നെക്കുറിച്ച് ദൈവം കണ്ട ഒരു പദ്ധതി ഇതായിരുന്നു. ഈ ശുശ്രൂഷ ഞാനത് ഏറ്റെടുത്തു. ദൈവ ഹിതപ്രകാരം ഇത് മുൻപോട്ട് നയിക്കുന്നു. എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, 25 പ്രിയപ്പെട്ടവർ ഈ ദിവസത്തെ മീറ്റിങ്ങുകൾ കൊണ്ട്, ഇന്നത്തെ മീറ്റിംഗ് 1366 മീറ്റിംഗാണ്. 1366 ദിവസങ്ങൾ ദൈവകൃപയാൽ ഈ മീറ്റിംഗ് മുൻപോട്ട് നടത്താൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ 25 പ്രിയപ്പെട്ടവർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. 6 പ്രിയപ്പെട്ടവർ സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. സൂം മീറ്റിംഗ് കൊണ്ട് എന്താ പ്രയോജനമെന്ന് പലപ്പോഴും ആളുകൾ നിന്നയോടെ കളിയാക്കലോടെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്കിതിൽ നിന്ന് മാറാൻ ഒരു മനസ്സ് വന്നില്ല. ദൈവം എന്നെ അനുവദിച്ചില്ല. കാര്യം ഇതിനകത്ത് പ്രത്യേകിച്ച് നേട്ടമുണ്ടായതുകൊണ്ടല്ല, അനേകർക്ക് ഇത് ആശ്വാസമാകുന്നു എന്നുള്ള ഒരു ബോധ്യം, നല്ലൊരു റെസ്പോൺസ് ലഭിക്കുന്നത് കൊണ്ട് ഞാനിത് എന്ത് ത്യാഗം സഹിച്ചും എന്ത് വില കൊടുത്തും ഇത് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഏക കാരണം ഇതാണ്. പ്രത്യേകം ഈ കോമ്പസ് എന്ന് പറയുന്ന ഈ പേര് വരാൻ കാരണം ഞങ്ങൾ 2-3 സഹോദരന്മാരെ കൂടി ആലോചിച്ചപ്പോൾ ഒരു നല്ല പേര് വേണം, ഈ കാലഘട്ടത്തിൽ ആളുകളെ ആകർഷിക്കുന്ന ഒരു പേര് വേണം എന്നൊരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടാകാനിടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കോമ്പസ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തെക്കുറിച്ച് ചിന്തിക്കാനിടയായി. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ദിശ കാണിക്കുക എന്നുള്ളതാണ്. എങ്ങനെ വെച്ചാലും വടക്ക് ദിശയിലേക്ക്, നോർത്ത് സൈഡിലേക്ക് അതിൻ്റെ നീഡിൽ അത് ഇങ്ങനെ നമ്മളെ കാണിച്ചു കൊണ്ടിരിക്കും. എന്നതുപോലെ ഈ ഒരു മിനിസ്ട്രിയുടെ പേര് കോമ്പസ് എന്ന് ഇടാൻ ഇടയായിട്ട്, എന്ന് പറഞ്ഞാൽ പോയിന്റിങ് ടു റൈറ്റ് ഡയറക്ഷൻ, ശരിയായ ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ശുശ്രൂഷയാകണം എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് വന്ന് അങ്ങനെ ആ ഒരു സമർപ്പണത്തിലാണ് ഇത് മുൻപോട്ട് പോകുന്നത്. അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: ദിശാബോധമുള്ളവരാകുകയും യഥാർത്ഥ ദിശയിലേക്ക് മറ്റുള്ളവരെ നയിക്കുകയും ചെയ്യുക. നമ്മുടെ കർത്താവാണ് നമ്മുടെ ദിശ നൽകുന്നത്, നമുക്ക് നല്ല ലക്ഷ്യബോധം നൽകുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അവിടുന്നാണ് നമുക്ക് യഥാർത്ഥ ദിശാബോധം നമുക്ക് നൽകി തരുന്നത്. അതുകൊണ്ട് ആ ദിശയിലേക്ക് അനേകരെ വിരൽ ചൂണ്ടിക്കാണിക്കാൻ, ശരിയായ പാതയിലൂടെ അനേകരെ നയിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതിൽ ഒത്തിരി അഭിമാനമുണ്ട്. ഈ ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചു എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എന്നോട് കൂടെ പ്രവർത്തിക്കുന്ന സഹോദരന്മാർ, അതുപോലെയുള്ള ദൈവമക്കൾ, എന്നെ സ്നേഹിക്കുന്ന നൂറുകണക്കിന്
നൂറുകണക്കിന് ആളുകൾ ഉണ്ട്. അവരൊക്കെ ഒരുപക്ഷെ ഈ ആരോമ ടി വിയുടെ ഈ സാക്ഷ്യം കേൾക്കുമായിരിക്കാം. ഞാൻ പലപ്പോഴും എൻ്റെ സാക്ഷ്യങ്ങളൊന്നും എൻ്റെ കൂട്ടായ്മ ഞാൻ പങ്കുവച്ചിട്ടില്ല. ദേവദാസന്മാർക്ക് ശുശ്രൂഷയ്ക്കായിട്ട് അവസരങ്ങളെ ഞാൻ കൊടുക്കാറുണ്ട്. ഞങ്ങൾക്കിതെല്ലാം അത് അനുഗ്രഹമായിട്ട് മാറുന്നു. എന്നാൽ ആരോമ ടി വിയിലൂടെ എന്നെക്കുറിച്ച് അടുത്തറിയാൻ ഇങ്ങനെ ഒരു അവസരം പാസ്റ്റർ ഡാനിയൽ ജോൺ അവരിലൂടെ ലഭിച്ചത് ഞാനൊരു പദവിയായിട്ട് കണക്കാക്കുകയാണ്. ഈ ആരോമ ടി വിയിലൂടെ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇത് കാണുവാൻ സാധ്യതയുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ ദൈവം തന്നത് ഞങ്ങൾക്ക് അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അനേകരെ ശുശ്രൂഷിപ്പാൻ, അനേകരുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് അവസരങ്ങളെ നൽകുന്നു. ഇനിയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ അതിനുവേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുന്നു. നിങ്ങളെയും എല്ലാം വിലപ്പെട്ട പ്രാർത്ഥനയും ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സാക്ഷ്യം നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. കർത്താദാസൻ പാസ്റ്റർ സിബിൻ മാത്യു, കോമ്പസ് മിനിസ്ട്രിയുടെ സ്ഥാപകനും അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഒരു ശുശ്രൂഷകനും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സംഘാടകനും സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ നാളുകളിൽ അനേകരെ സ്വാധീനിക്കുന്ന നല്ല പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന അനുഗ്രഹീതനായ ഒരു പ്രഭാഷണ നിലയിലും എല്ലാ നിലയിലും ഇന്ന് ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന ആ ഒരു കാലയളവില് ആ ഒരു സൂക്ഷ്മദർശിനിയിലൂടെ പരിശോധിക്കുമ്പോൾ ഒരുപാട് കഷ്ടങ്ങളിലൂടെ ബാല്യം മുതൽ ജനിച്ച് വീണ ആ നാൾ മുതൽ ഒരുപാട് കഷ്ടങ്ങള്, നഷ്ടങ്ങള്, നേരത്തെ ഓർപ്പിച്ചു മോശ എപ്രകാരം നൈൽ നദിയിൽ ആകപ്പെടുവാനിടയായി തീർന്നു, അല്ലെങ്കിൽ ആ ഇസ്രായേലിയ കുഞ്ഞുങ്ങൾ എങ്ങനെ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അതുപോലെ ഒരു ഒത്തിരി നഷ്ടങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു അനുഭവം ജീവിതത്തിലുണ്ടായി. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു മറുവശം എന്ന് പറയുന്നത് ദൈവത്തിന് ആവശ്യമായിരുന്നു. കാരണം അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ, പണിതെടുക്കുവാൻ. നമുക്ക് അനുഭവമില്ലാത്ത ഒരു കാര്യം വേറൊരാളിൻ്റെ കേൾക്കുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും ദൈവദാസന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കാരണം ഇതേ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള പല പ്രിയപ്പെട്ടവരും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് തിരിച്ചറിയാതെ അവർ ആശങ്കയിലായിരിക്കുമ്പോൾ ഈ സാക്ഷ്യം അവർ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ദിശാബോധം അവർക്കുണ്ടാകുവാനിടയായിത്തീരും. കോമ്പസ് മിനിസ്ട്രി ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ, ആ ഒരു ദിശാബോധം, കർത്താവായ യേശു ക്രിസ്തുവിലേക്കുള്ളതായ ആ ഒരു ഡയറക്ഷൻ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ കേൾവിക്കാർക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞാനത് വിശ്വസിക്കുന്നു. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ഈ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച കർത്താവിന്റെ ദാസനോട് നന്ദി പറയുമ്പോൾ തന്നെ കേൾവിക്കാരാകുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ, അവഗണിക്കപ്പെട്ടതും ഒറ്റപ്പെട്ടതും അതുപോലെ തുടർമാനമായി ഉണ്ടായിട്ടുള്ള അപകടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഇനി എന്ത് എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അവസാനം ഒരു മറുപടിയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങളെ പണിയുവാൻ, നിങ്ങളെ ഒരുക്കിയെടുക്കുവാൻ, പ്രയോജനപ്പെടുത്താൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ പ്രിയ സിബിൻ മാത്യു പാസ്റ്റർ തൻ്റെ ജീവിതത്തിൽ ഇന്ന് താൻ അനുഭവിക്കുന്ന ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലും അനുഭവിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഞാനത് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നുവെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇതുവരെയും യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഇതുവരെയും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഈ സാക്ഷി കേട്ട് കഴിയുമ്പോൾ കർത്താവെ, അങ്ങ് എന്നെ പണിയണമേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാകേണ്ടതിന് ഞാനിതാ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ പരമേൽപ്പിക്കുന്നുവെന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന, ദൈവം നിങ്ങളുടെ അടുക്കലായിരിക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങളൊന്ന് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുമോ? അതല്ല നിങ്ങളൊരു ദൈവവൈതലാണ്, കർത്താവിൻ്റെ വേലക്കാരനാണ്, അല്ലെങ്കിൽ വിവിധ നിലകളിൽ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യയിലും കേരളത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളുണ്ട്. ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരോടെല്ലാമായിട്ട് പറയുവാൻ ഞങ്ങൾക്കുള്ളത്,
യേശുവിന് നിങ്ങളെ സഹായിക്കുവാൻ, യേശുവിന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ആകയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ സിബിൻ മാത്യു അവറുകള് ആമേൻ അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ സമയങ്ങളെ വർദ്ധിക്കാം. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു. സ്തോത്രം, സ്തോത്രം. ക്രിസ്തുവേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരോമ ടി വിയിലൂടെ അനേകർക്ക് നല്ല ദിശാബോധം കർത്താവ് നൽകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ദാനിയേൽ ജോൺ അവരിലൂടെ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകാൽ അനേകരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുവാനും അത് റെക്കോർഡ് ചെയ്യുവാനും ഒക്കെയും അത് അനേകരിലേക്ക് എത്തിക്കുവാനും ഒക്കെയും കർത്താവിൻ്റെ ദാസൻ വളരെ അത്യധ്വാനം ചെയ്യുന്നല്ലോ. ഈ ടി വിയിലൂടെ, ആരോമ ടി വിയിലൂടെ പ്രേക്ഷകർ ഇത് കേൾക്കുമ്പോൾ, കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ ആരോമ ടി വിയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കണമേ. അനേകരെ ഈ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസങ്ങളിലും കർത്താവ് ഇതിലൂടെ ലഭ്യമാകുന്ന ആ സാക്ഷ്യങ്ങൾ അനേകർക്ക് ഒരു ചലഞ്ചായി തീരുവാൻ, അനേകർക്ക് ദിശാബോധം ഉളവാകുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് എനിക്കും ഇതിലൂടെ ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ കർത്താവ് അവസരം തന്നല്ലോ. ഇത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലും അടിയൻ്റെ സാക്ഷ്യം ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായിട്ട് നന്ദി. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശു രക്ഷകന്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. താങ്ക് യു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിബിൻ മാത്യു അവറുകൾ ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഞങ്ങളുടെ ശ്രോതാക്കളായി പ്രിയപ്പെട്ടുള്ളതായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവം നാം മഹിപ്പെടുവാൻ കൂടി ആയിത്തീരും. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക, ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com